നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കുവാൻ പോകുന്നത് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെന്ന് പറയുന്ന ഒരു മേഖലയെക്കുറിച്ചാണ്. അപ്പോൾ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് എന്നാണ് നമ്മൾ അതിനെപ്പറ്റി പൊതുവെ പഠിക്കുന്നത്. അപ്പോൾ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് എന്ത് എന്ന ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, ബാങ്ക് ചെയ്യുന്ന ധർമ്മങ്ങൾ നിർവഹിക്കുകയും ബാങ്കിൻ്റെ ശ്രേണിയിൽ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളെയാണ് നമ്മൾ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് എന്ന പേരിൽ വിശേഷിപ്പിക്കാറുള്ളത്. അപ്പോൾ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. ധനകാര്യ രംഗത്ത് പ്രവർത്തിക്കുന്നു, എന്നാൽ ബാങ്ക് നൽകുന്ന എല്ലാ ധർമ്മങ്ങളും നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളെയാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കാറുള്ളത്. അപ്പോൾ ധനകാര്യ രംഗത്ത് പ്രവർത്തിക്കുകയും ബാങ്ക് നൽകുന്ന എല്ലാ ധർമ്മങ്ങളും നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളെയാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. 1956 കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളവയാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ. അപ്പോൾ ഈ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനം എപ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1956 കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളവയാണ് ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ. എന്താണ് ഇവയുടെ ധർമ്മങ്ങളെന്ന് നമുക്കിനി നോക്കാം അല്ലേ. എന്താണ് ധർമ്മങ്ങൾ? നിക്ഷേപങ്ങൾ സ്വീകരിക്കണം. ശരിയാണ്, നിക്ഷേപങ്ങൾ സ്വീകരിച്ചെങ്കിലല്ലേ പ്രവർത്തനം നടക്കുകയുള്ളൂ. അപ്പോൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പകൾ നൽകുക, ഇവയാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട അടിസ്ഥാന ധർമ്മങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും വായ്പകൾ നൽകുകയും ചെയ്യുക എന്ന് പറയുന്നത് ഏതൊരു ധനകാര്യ സ്ഥാപനവും ചെയ്യുന്ന കാര്യമാണ്. അത് തന്നെയാണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് എന്ന് പറയുന്ന ഈ സ്ഥാപനവും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനിയോ, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, ഇൻഷുറൻസ് കമ്പനികൾ, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് അതായത് KSFE എന്നിവ ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾക്ക് ഉദാഹരണമാണ്. നമ്മുടെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസിൻ്റെ ഉദാഹരണങ്ങൾ എന്ത് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഉത്തമമായ ഒരു മറുപടിയാണ് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, ഇൻഷുറൻസ് കമ്പനികൾ, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞ KSFE ഉണ്ടല്ലോ. ഇതെല്ലാം നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസിന് ഉദാഹരണങ്ങളാണ്. ഇനി അതേപോലെ തന്നെ നോക്കിയാൽ ഈ ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന പോലെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് എന്ന് പറയുന്ന ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കുള്ള ഓംബുഡ്സ്മാൻ സ്കീം നിലവിൽ വന്നു. നിലവിൽ വന്നത് 2018 ഫെബ്രുവരി 23 ഈ പറയുന്ന നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസിനുള്ള ഓംബുഡ്സ്മാൻ സ്കീം നിലവിൽ വന്നത് 2018 ഫെബ്രുവരി 23 അപ്പോൾ നമ്മൾ പറഞ്ഞു മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് അഥവാ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണെന്ന് പറഞ്ഞു. എങ്കിൽ ആ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അവ ചെയ്യുന്ന ധർമ്മങ്ങൾ എന്താണ് എന്ന് ഒന്ന് നോക്കാം അല്ലേ. നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിച്ച് ഓഹരി കമ്പോളങ്ങൾ, കടപ്പത്രങ്ങൾ, അടിസ്ഥാന വികസന മേഖല എന്നിവയിൽ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന സംവിധാനങ്ങളെയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടെന്ന് പറയുന്ന സ്ഥാപനങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിക്ഷേപകരിൽ നിന്ന് ഇപ്പോൾ പണം സമാഹരിക്കും, എന്നിട്ട് ഓഹരി കമ്പോളങ്ങൾ, കടപ്പത്രങ്ങൾ, അടിസ്ഥാന വികസന മേഖല എന്നിവയിൽ നിക്ഷേപിക്കാൻ സഹായിക്കുന്നു. അതിനെ സഹായിക്കുന്ന സംവിധാനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മ്യൂച്വൽ ഫണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിന് ഉദാഹരണങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചാൽ, UTI എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അതിൻ്റെ പൂർണ്ണരൂപം നമുക്കറിയാം, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം അല്ലേ. അപ്പോൾ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മ്യൂച്വൽ ഫണ്ട് അതായത് LICയുടെ ഒരു മ്യൂച്വൽ ഫണ്ടുണ്ട്. അപ്പോൾ LIC മ്യൂച്വൽ ഫണ്ട്, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, SBI മ്യൂച്വൽ ഫണ്ട് എന്നിവയാണ് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾക്ക് ഉദാഹരണങ്ങൾ. അപ്പോൾ എന്താണ് മ്യൂച്വൽ ഫണ്ട് സംവിധാനം എന്ന് ചോദിച്ചാൽ, നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിച്ചിട്ട് ഓഹരി കമ്പോളങ്ങളിലും കടപ്പത്രങ്ങളിലും അടിസ്ഥാന വികസന മേഖലയിൽ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന സംവിധാനത്തിനെയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് വിളിക്കുന്നത്. ഈ മ്യൂച്വൽ ഫണ്ട് സംവിധാനമുള്ള സ്ഥാപനങ്ങളുടെ പേരുകൾ നമ്മൾ പരാമർശിച്ചു. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന UTI ഉണ്ട്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന LIC മ്യൂച്വൽ ഫണ്ടുണ്ട്. SBIയുടെ മ്യൂച്വൽ ഫണ്ടുണ്ട്. ഇവയൊക്കെയാണ് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾക്ക് ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത NBFC നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറ്റ്സിൻ്റെ പേരിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇൻഷുറൻസ് സ്ഥാപനങ്ങളെയാണ് അല്ലേ. എന്താണ് നമുക്ക് ഈ ഇൻഷുറൻസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നോക്കാൻ പറ്റുക? വ്യക്തികളുടെ ജീവനും സ്വത്തിനും സാമ്പത്തിക സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങൾ അല്ലേ. വ്യക്തികളുടെ ജീവനും സ്വത്തിനും സാമ്പത്തിക സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ ഇൻഷുറൻസ് കമ്പനികളെന്ന് വിളിക്കുന്നത്. വ്യക്തികളുടെ ജീവനും സ്വത്തിനും സാമ്പത്തിക സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങളാണ് ഇൻഷുറൻസ് കമ്പനികൾ. 1818 കൊൽക്കത്ത ആസ്ഥാനമായി സ്ഥാപിതമായ ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി, അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത്.
അപ്പോൾ 1818 കൊൽക്കത്ത ആസ്ഥാനമായി സ്ഥാപിതമായ ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി എന്ന ശ്രേണിയിൽ പെടുത്തി നമ്മൾ പഠിക്കുന്നത്. അതേപോലെ 1870 സ്ഥാപിതമായ ബോംബെ മ്യൂച്വൽ ലൈഫ് അഷുറൻസ് സൊസൈറ്റി ഉണ്ട്. ഇതാണ് ആദ്യ ഇന്ത്യൻ ലൈഫ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ ലൈഫ് ഇൻഷുറൻസ് കമ്പനി 1870 സ്ഥാപിതമായ ബോംബെ മ്യൂച്വൽ ലൈഫ് അഷുറൻസ് സൊസൈറ്റി ആണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിതമായ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഏതെന്ന് ചോദിച്ചാൽ അതാണ് ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന LICയെ പറ്റി ഒന്ന് നോക്കാം. അല്ലേ, LICയെ പറ്റി നോക്കുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ LIC അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി ഏത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന LIC. ഇനിയോ, ഇന്ത്യയിൽ ലൈഫ് ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിച്ച വർഷം ഏതാണ്? 1956 ഇന്ത്യയിൽ ലൈഫ് ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിച്ചത്. 1956 ജൂൺ 18 ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആക്ട് പാർലമെൻറ്റിൽ പാസ്സാക്കിയത്. അപ്പോൾ 1956 ജൂൺ മാസം 18 എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആക്ട് പാർലമെൻറ്റിൽ പാസ്സാക്കിയത് 1956 ജൂൺ മാസം 18 അതേപോലെ 1956 സെപ്റ്റംബർ 1 പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ LIC എന്ന സ്ഥാപനം, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട വർഷമാണ് 1956 സെപ്റ്റംബർ മാസം 1 എന്ന് പറയുന്നത്. LICക്ക് ഒരു ആപ്തവാക്യമുണ്ട്, LICയുടെ ഒരു സ്ലോഗനുണ്ട്, LICയുടെ ഒരു മുദ്രാവാക്യമുണ്ട്. അതാണ് യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറയുന്നത്. യോഗക്ഷേമം വഹാമ്യഹം എന്ന് നമ്മൾ പറയുമ്പോൾ യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി, അതായത് യോഗക്ഷേമം വഹാമ്യഹം എന്നതാണ് LICയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത്. LICക്ക് ഒരു ആസ്ഥാനമുണ്ട്. LICയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന സ്ഥലമെന്ന് പറയുന്നത് മുംബൈയിലാണ്. അപ്പോൾ മുംബൈയിലാണ് LICയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. LICക്ക് ഒരു ചെയർമാനുണ്ട്, അല്ലേ? LICയുടെ ആദ്യ വനിതാ ചെയർമാൻ നമുക്കറിയാം, അല്ലേ? ആദ്യ വനിതാ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന ആരാണ്? ഉഷാ സംഗ്വാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്, അല്ലേ? ഉഷാ സംഗ്വാനാണ് LICയുടെ ആദ്യത്തെ വനിതാ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത്. എന്നാൽ LICയുടെ ആദ്യത്തെ ചെയർമാൻ്റെ പേര് HM പട്ടേൽ ആണ്. HM പട്ടേലാണ് LICയുടെ ആദ്യ ചെയർമാനായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതേപോലെ ആദ്യ വനിതാ മാനേജിംഗ് ഡയറക്ടറായിട്ട് കണക്കാക്കുന്നത് ഉഷാ സംഗ്വാനെയാണ്. ഇതേപോലെ ജനറൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. എന്താണ് ജനറൽ ഇൻഷുറൻസ് എന്ന് നമുക്കൊന്ന് നോക്കാം. 1850 സ്ഥാപിതമായ ട്രൈറ്റൺ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡാണ് ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസിന് തുടക്കം കുറിച്ച കമ്പനി. അപ്പോൾ ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസിന് തുടക്കം കുറിച്ച കമ്പനി 1850 സ്ഥാപിതമായ ട്രൈറ്റൺ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ആണ്. ഇന്ത്യയിലെ ജനറൽ ഇൻഷുറൻസ് മേഖലയെ ഒറ്റക്കുടക്കീഴിലാക്കാൻ വേണ്ടിയിട്ട് 1972 ജനറൽ ഇൻഷുറൻസ് ബിസിനസ് ആൻഡ് നാഷണലൈസേഷൻ ആക്ട് പാസ്സാക്കുകയുണ്ടായി. ഇന്ത്യയിലെ ജനറൽ ഇൻഷുറൻസ് മേഖലയെ ഒറ്റക്കുടക്കീഴിലാക്കാനായിട്ട് 1872 ജനറൽ ഇൻഷുറൻസ് ബിസിനസ് നാഷണലൈസേഷൻ ആക്ട് പാസ്സാക്കുകയുണ്ടായി. ഈ ആക്ട് പ്രകാരം 1972 ജനറൽ ഇൻഷുറൻസ് ആക്ടിലൂടെ 4 കമ്പനികളാണ് ഇവിടെ രൂപാന്തരപ്പെട്ടത്. ആ 4 കമ്പനികൾ ഏതാണ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കമ്പനിയുടെ പേരാണ് നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്. അപ്പോൾ ഒന്നാമത്തെ കമ്പനിയുടെ പേര് നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്. ഇനി രണ്ടാമത്തെ കമ്പനിയുടെ പേരോ ദ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി. ഇപ്പോൾ രണ്ടാമത്തെ കമ്പനി ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയാണ്. ഇനി മൂന്നാമത്തെ കമ്പനി നമുക്ക് നോക്കാം. മൂന്നാമത്തെ കമ്പനിയുടെ പേരാണ് ദ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്. മൂന്നാമത്തെ കമ്പനി ദ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്. ഇനി നാലാമത്തെ കമ്പനിയോ ദ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്. നാലാമത്തെ കമ്പനിയാണ് ദ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്. ഇങ്ങനെ 4 കമ്പനികളാണ് പ്രധാനമായിട്ടും ജനറൽ ഇൻഷുറൻസ് ആക്ടിലൂടെ രൂപാന്തരപ്പെട്ട കമ്പനികൾ എന്ന് പറയുന്നത്. ഒന്നാമത്തേത് ഒരിക്കൽ കൂടി നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്, രണ്ടാമത്തേത് ദ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ്, മൂന്നാമത്തേത് ദ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്, നാലാമത്തേത് ദ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്. ഇനിയോ 2018-19 കേന്ദ്ര ബജറ്റാണ് നമ്മൾ നോക്കുന്നത്, അല്ലേ? 2018-19 കേന്ദ്ര ബജറ്റിൽ നാഷണൽ ഇൻഷുറൻസ് കമ്പനി, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി, ഓറിയൻ്റൽ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി എന്നിവയെ ലയിപ്പിച്ച് ഏക സ്ഥാപനമാക്കാനായിട്ട് സർക്കാർ തീരുമാനിച്ചു. അപ്പോൾ നാഷണൽ ഇൻഷുറൻസ് കമ്പനിയും യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയും ഓറിയൻ്റൽ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയും ലയിച്ച് ഏക സ്ഥാപനമാകുവാനായിട്ടുള്ള തീരുമാനം വന്നത് 2018-19 കേന്ദ്ര ബജറ്റിലാണ്.
1972 മുംബൈ ആസ്ഥാനമായി ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വരികയാണ്. അപ്പോൾ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷമാണ് 1972. 1972 മുംബൈ ആസ്ഥാനമായിട്ട് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖലയെ വികസിപ്പിക്കുക, നിയന്ത്രിക്കുക എന്നീ അധികാരമുള്ള സ്ഥാപനത്തിൻ്റെ പേരാണ് IRDAI എന്ന് പറയുന്ന ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം. അപ്പോൾ ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖലയെ വികസിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന അധികാരമുള്ള സ്ഥാപനത്തിനെ വിളിക്കുന്ന പേരാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന IRDAI. ഇതിൻ്റെ ആസ്ഥാനം ഹൈദരാബാദാണ്. അപ്പോൾ ഹൈദരാബാദ് ആസ്ഥാനമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുപോലെ മൈക്രോ ഇൻഷുറൻസ് ഫ്രെയിം വർക്ക് ഉണ്ട് അല്ലേ. മൈക്രോ ഇൻഷുറൻസ് ഫ്രെയിം വർക്കിനെ കുറിച്ച് പഠിക്കാനായിട്ട് IRDAI രൂപീകരിച്ചൊരു കമ്മിറ്റിയുണ്ട്. മൈക്രോ ഇൻഷുറൻസ് ഫ്രെയിം വർക്കിനെ കുറിച്ച് പഠിക്കുന്നതിനായിട്ട് IRDAI രൂപീകരിച്ച ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ പൂർണ്ണമായ പേരാണ് കമ്മിറ്റി ഓൺ മൈക്രോ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ തലവനായിട്ട് നിയോഗിക്കപ്പെട്ട വ്യക്തിയുടെ പേരാണ് സുരേഷ് മാത്തൂർ എന്ന് പറയും. അപ്പോൾ സുരേഷ് മാത്തൂർ ചെയർമാനായിട്ട് വന്ന IRDAI രൂപീകരിച്ച ഈ മൈക്രോ ഇൻഷുറൻസ് ഫ്രെയിംവർക്കിനെ കുറിച്ച് പഠിക്കാൻ വന്ന കമ്മിറ്റിയുടെ പേര് ചോദിച്ചാൽ എ കമ്മിറ്റി ഓൺ മൈക്രോ ഇൻഷുറൻസ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി അതേപോലെ റിലയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനി ആരംഭിച്ചൊരു പുതിയ പദ്ധതിയുണ്ട് അല്ലേ. റിലയൻസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തെ നമുക്കറിയാം അല്ലേ. അംബാനിമാരുടെ കുടുംബ ഓഹരി എന്ന രീതിയിൽ നമ്മൾ റിലയൻസിനെ പറ്റി പഠിക്കാറുണ്ട്. അപ്പോൾ റിലയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനി ആരംഭിച്ച പുതിയ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് റിലയൻസ് ഹെൽത്ത് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ റിലയൻസ് ഹെൽത്ത് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് റിലയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനി ആരംഭിച്ച പുതിയ ഇൻഷുറൻസ് പദ്ധതിയാണ്. ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖലയിലെ നവീകരണത്തിനും സ്വകാര്യവൽക്കരണത്തിനും ശുപാർശ നൽകിയ കമ്മിറ്റിയെ ആണ് RN മൽഹോത്ര കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖലയിലെ നവീകരണത്തിനും സ്വകാര്യവൽക്കരണത്തിനും ശുപാർശ നൽകിയ കമ്മിറ്റിയാണ് RN മൽഹോത്ര കമ്മിറ്റി. അപ്പോൾ RN മൽഹോത്ര കമ്മിറ്റി എന്താണ്, എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖലയിലെ നവീകരണത്തിനും സ്വകാര്യവൽക്കരണത്തിനും ശുപാർശ നൽകിയ കമ്മിറ്റിയാണ് RN മൽഹോത്ര കമ്മിറ്റി. ഇനി അതേപോലെ 1998 നവംബർ 11 ഇന്ത്യയിൽ ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ എന്ന സ്ഥാപനം നിലവിൽ വരികയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ എന്ന സ്ഥാപനം നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 1998 നവംബർ മാസം 11 ഇന്ത്യയിൽ ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ എന്ന സ്ഥാപനം നിലവിൽ വന്നത്. ഇന്ത്യയിൽ ഇൻഷുറൻസ് ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓഫ് ഇൻഷുറേഴ്സ് ആണ്. ഇന്ത്യയിൽ ഇൻഷുറൻസ് ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓഫ് ഇൻഷുറേഴ്സ് ആണ്. ഈ സ്ഥാപനം അറിയപ്പെട്ടിരുന്നത് ഗവേണിംഗ് ബോഡി ഓഫ് ഇൻഷുറൻസ് കൗൺസിൽ എന്നുമാണ്. അപ്പോൾ ഇൻഷുറൻസ് ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓഫ് ഇൻഷുറേഴ്സ് ആണ് എന്ന് നമുക്ക് പറയാം. അതേപോലെ ഈ സ്ഥാപനം ആദ്യം അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ഗവേണിംഗ് ബോഡി ഓഫ് ഇൻഷുറൻസ് കൗൺസിൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി നമുക്ക് എന്താണ് മൈക്രോ ഫിനാൻസ് എന്ന് ഒന്ന് നോക്കാം അല്ലേ. മൈക്രോ ഫിനാൻസ് എന്താണ്? മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പഠിക്കേണ്ടതില്ല, ഇത്രയുള്ള സമൂഹത്തിലെ താഴ്ന്ന വരുമാനക്കാരിൽ സമ്പാദ്യശീലം വളർത്തുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ ലഘുവായ്പ ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട ഒരു സംവിധാനത്തിനെയാണ് മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോ ഫിനാൻസ് പ്രവർത്തിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ സമൂഹത്തിലെ താഴ്ന്ന വരുമാനക്കാർക്കിടയിലാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? സമ്പാദ്യശീലം വളർത്തുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടതാണ്. അതേപോലെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടതാണ്. സാധാരണക്കാർക്ക് ലഘുവായ്പ ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കുന്നതുമായ സംവിധാനമാണ് മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത്. ഇനിയോ കുടുംബശ്രീ, അതേപോലെ പുരുഷ സ്വയം സഹായ സംഘങ്ങൾ എന്നിവയാണ് മൈക്രോ ഫിനാൻസിൻ്റെ ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, അതേപോലെ വനിതകളുടെ കുടുംബശ്രീ എന്നിവയൊക്കെയാണ് മൈക്രോ ഫിനാൻസിൻ്റെ ഉദാഹരണങ്ങളായിട്ട് നമുക്കെടുത്ത് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് മുദ്രാ ബാങ്ക് എന്ന് നോക്കാം അല്ലേ. മുദ്രാ ബാങ്ക് എന്താണ്? സൂക്ഷ്മ വ്യവസായ യൂണിറ്റുകളുടെ ധനപോഷണത്തിന് വേണ്ടിയിട്ട് നിലവിൽ വന്ന ധനകാര്യ സ്ഥാപനമാണ് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസിങ് ഏജൻസി ലിമിറ്റഡ് എന്ന് പറയുന്ന മുദ്ര എന്ന് പറയുന്നത്. അപ്പോൾ മുദ്രാ ബാങ്കിൻ്റെ പൂർണ്ണ രൂപം ചോദിച്ചാൽ മൈക്രോ M, യൂണിറ്റ്സ് U, ഡെവലപ്മെൻറ്റ് D, A അല്ലേ. അതുപോലെ തന്നെ ആൻഡ് നമുക്ക് കൂട്ടേണ്ടതില്ല. റീഫിനാൻസ് ഏജൻസി ലിമിറ്റഡ്, അതാണ് മുദ്ര എന്ന് പറയുന്നത്. മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ലിമിറ്റഡ് എന്നതാണ് മുദ്രയുടെ പൂർണ്ണമായ രൂപമെന്ന് പറയുന്നത്.
ചെറുകിട വായ്പകൾ നൽകുക എന്നതാണ് മുദ്രാ ബാങ്കിൻ്റെ ലക്ഷ്യം. അപ്പോൾ മുദ്രാ ബാങ്കിൻ്റെ ലക്ഷ്യം എന്താണ്? ചെറുകിട വായ്പകൾ നൽകുക എന്നതാണ് മുദ്രാ ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് കണക്കാക്കുന്നത്. 2015 ഏപ്രിൽ 8-നാണ് മുദ്രാ ബാങ്ക് സ്ഥാപിതമായത്. അപ്പോൾ മുദ്രാ ബാങ്ക് സ്ഥാപിതമായതെന്നാണ്? 2015 ഏപ്രിൽ 8-നാണ് മുദ്രാ ബാങ്ക് സ്ഥാപിതമായത്. ഈ മുദ്രാ ബാങ്കിന് ഒരു ആസ്ഥാനമുണ്ടത് എവിടെയാണ്? അത് മുംബൈയിലാണ് മുദ്രാ ബാങ്ക് രൂപീകരിക്കപ്പെട്ടത്. മുദ്രാ ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയിലാണ്. ആദ്യമായിട്ട് മുദ്രാ കാർഡ് പുറത്തിറക്കിയ ബാങ്കിൻ്റെ പേരെന്താണ്? കോർപ്പറേഷൻ ബാങ്കാണ് ആദ്യമായിട്ട് മുദ്രാ കാർഡ് പുറത്തിറക്കിയത്. അപ്പോൾ ആദ്യമായിട്ട് മുദ്രാ കാർഡ് പുറത്തിറക്കിയത് കോർപ്പറേഷൻ ബാങ്കാണ്. മുദ്രാ ലോൺ മേളകൾ വഴി നൽകുന്ന ലോണുകളുണ്ട് അല്ലേ? ഒരുപാട് ലോണുകൾ നൽകുന്നുണ്ട്. അതിൽ 50,000 രൂപയിൽ താഴെയുള്ള ലോണുകൾ ശിശു ലോൺ എന്നാണ് നമ്മൾ പറയുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? 50,000 രൂപയിൽ താഴെയുള്ള ലോണിനെ ശിശു എന്നാണ് വിളിക്കുന്നത്. ശിശു ലോൺ എന്ന് വിളിക്കുന്നു. അതേപോലെ കിഷോർ ലോൺ എന്ന് വിളിക്കുന്നുണ്ട്. കിഷോർ അതെന്ന് വെച്ചാൽ 50,000 മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള ലോണുകൾ നമ്മൾ വിശേഷിപ്പിക്കുന്ന പേരാണ് കിഷോർ ലോൺ എന്ന് വിളിക്കുന്നു. അതേപോലെ 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള ലോണുകൾ അറിയപ്പെടുന്നത് തരുൺ ലോൺ എന്നാണ്. തരുൺ ലോൺ. അപ്പോൾ ഇനി നമ്മൾ പഠിക്കുന്ന എന്താണ്? നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസിനെ പറ്റി നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത നമ്മൾ നോക്കുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്ന ധനകാര്യ വിപണിയെ പറ്റിയാണ്. അപ്പോൾ എന്താണ് ധനകാര്യ വിപണി എന്ന് നമുക്ക് ഒന്ന് നോക്കാം അല്ല. ധനകാര്യ വിപണി എന്താണ്? ധനകാര്യ വിപണിയെ നമ്മൾ വിളിക്കുന്ന ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നാണ്. എന്താണ് ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് ചെയ്യുന്ന ധർമ്മങ്ങൾ എന്തെല്ലാം എന്നാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ധനകാര്യ ആസ്തികൾ സൃഷ്ടിക്കുക, കൈമാറ്റം ചെയ്യുക എന്ന പ്രവർത്തനം നടത്തുന്ന വിപണിയെ ആണ് നമ്മൾ ധനകാര്യ വിപണി എന്ന് പറയുന്നത്. അപ്പോൾ ധനകാര്യ ആസ്തികൾ സൃഷ്ടിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നതിനുള്ള വിപണിയെ ആണ് ധനകാര്യ വിപണി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ധനകാര്യ വിപണിക്ക് ചില ധർമ്മങ്ങളുണ്ട്. എന്തെല്ലാമാണ് ധനകാര്യ വിപണിയുടെ ധർമ്മങ്ങൾ? അതായത് ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് അതാണ് നോക്കുന്നത് അല്ലേ. ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് അതെന്താണ്? സമ്പാദ്യങ്ങൾ ശേഖരിച്ച് ഏറ്റവും ഉൽപ്പാദനക്ഷമമായ മേഖലകളിലേക്ക് വഴിതിരിച്ചു വിടുന്നു അല്ലേ. സമ്പാദ്യങ്ങൾ ശേഖരിക്കുകയും ഏറ്റവും ഉൽപ്പാദനക്ഷമമായ മേഖലകളിലേക്ക് അവയെ വഴിതിരിച്ചു വിടുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് ആൻഡ് ചാനലൈസിങ് ദം ഇൻ ടു ദ മോസ്റ്റ് പ്രൊഡക്റ്റീവ് യൂസർ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ സമ്പാദ്യങ്ങൾ ശേഖരിച്ച് ഏറ്റവും ഉൽപ്പാദനക്ഷമമായ മേഖലകളിലേക്ക് തിരിച്ചുവിടുക എന്നതാണ് ഒന്നാമത്തെ ധർമ്മം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? വില കണ്ടെത്താനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അല്ല. വില കണ്ടെത്താനായിട്ട് സഹായിക്കുന്നു എന്ന് വെച്ചാൽ ഫെസിലിറ്റേറ്റിംഗ് പ്രൈസ് ഡിസ്കവറി എന്നാണ് പറയുന്നത്. ഫെസിലിറ്റേറ്റിംഗ് പ്രൈസ് ഡിസ്കവറി അതാണ് വില കണ്ടെത്താനായിട്ട് സഹായിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. വില കണ്ടെത്താനായിട്ട് സഹായിക്കുക, അതായത് ഫെസിലിറ്റേറ്റിംഗ് പ്രൈസ് ഡിസ്കവറി എന്നാണ് നമ്മൾ ഇതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ ഫെസിലിറ്റേറ്റിംഗ് പ്രൈസ് ഡിസ്കവറി എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി അതേപോലെ മൂന്നാമത്തെ എന്താണ്? ധനകാര്യ ആസ്തികൾക്ക് ദ്രവത്വം നൽകുന്നു എന്ന് പറയുന്നു അല്ല. ധനകാര്യ ആസ്തികൾക്ക് എന്ത് കൊടുക്കുന്നു? ദ്രവത്വം കൊടുക്കുന്നു. അപ്പോൾ ധനകാര്യ ആസ്തികൾക്ക് ദ്രവത്വം നൽകുക, വില കണ്ടെത്താൻ സഹായിക്കുക, സമ്പാദ്യങ്ങൾ ശേഖരിച്ച് ഏറ്റവും ഉൽപ്പാദനക്ഷമമായ മേഖലകളിലേക്ക് വഴിതിരിച്ചു വിടുക എന്നിവയാണ് ധനകാര്യ വിപണിയുടെ ധർമ്മങ്ങൾ. അതേപോലെ ഒരെണ്ണം കൂടിയുണ്ടെന്താണ്? ഇടപാടുകൾക്കുള്ള ചെലവുകൾ കുറയ്ക്കുക എന്നൊരു ധർമ്മം കൂടി ആര് നിർവഹിക്കുന്നു? ധനകാര്യ വിപണി നിർവഹിക്കുന്നു. അപ്പോൾ ഇടപാടുകൾക്കുള്ള ചെലവ് കുറയ്ക്കുക എന്ന ധർമ്മം കൂടി ആര് നിർവഹിക്കുന്നു? അത് നമ്മളുടെ ധനകാര്യ വിപണി നിർവഹിക്കുന്നു. ഇനി നമുക്ക് വീണ്ടും ധനകാര്യ വിപണിയെ പറ്റി ഒന്ന് നോക്കാം. ധനകാര്യ വിപണിയെ അവയിൽ വ്യാപാരം ചെയ്യുന്ന ധനകാര്യ പ്രമാണങ്ങളുടെ കാലാവധിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തരംതിരിക്കാം. അപ്പോൾ ധനകാര്യ വിപണിയെ അവയിൽ വ്യാപാരം ചെയ്യുന്ന ധനകാര്യ പ്രമാണങ്ങളുടെ കാലാവധിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒന്നാമത്തെ എന്താണ്? 1 വർഷത്തിൽ താഴെ കാലാവധിയുള്ള പ്രമാണങ്ങൾ കൈകാര്യം ചെയ്യുന്നു അല്ലേ. 1 വർഷത്തിൽ താഴെ കാലാവധിയുള്ള പ്രമാണങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പണവിപണി എന്ന് വിളിക്കും. അതേപോലെ ദീർഘകാലം കാലാവധിയുള്ള പ്രമാണങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മൂലധന വിപണി എന്ന് വിളിക്കും. അപ്പോൾ മൂലധന വിപണിയെന്നും പണവിപണിയെന്നും പറഞ്ഞുകൊണ്ട് ധനകാര്യ വിപണിയെ നമ്മൾ രണ്ടാക്കി തരംതിരിച്ചു. 1 വർഷത്തിൽ താഴെ കാലാവധിയുള്ള പ്രമാണങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പണവിപണിയാണെങ്കിൽ 1 വർഷത്തിലധികം കാലാവധിയുള്ള പ്രമാണങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിപണി അറിയപ്പെടുന്ന പേരാണ് മൂലധന വിപണി. ഇനി നമുക്ക് പണവിപണി അഥവാ മണി മാർക്കറ്റ് എന്താണ് എന്നും നോക്കാം അല്ലേ. മണി മാർക്കറ്റ് അഥവാ പണവിപണി എന്താണ്? 1 വർഷം വരെ കാലാവധിയുള്ള ഹ്രസ്വകാല ധനം സ്വരൂപിക്കുന്നതിനുള്ള ധനകാര്യ ആസ്തി. 1 വർഷം വരെ കാലാവധിയുള്ള ഹ്രസ്വകാല ധനം സ്വരൂപിക്കുന്നതിനെ ധനകാര്യ ആസ്തികൾ കൈകാര്യം ചെയ്യുന്ന വിപണിയെ പണവിപണി എന്ന് വിളിക്കാം. അതായത് 1 വർഷത്തിന് മുകളിൽ കാലാവധിയില്ല, 1 വർഷത്തിൽ താഴെയാണ് കാലാവധി. ആ കാലാവധിയിലേക്ക് എന്ത് വേണം? ധനം സ്വരൂപിക്കണം. അതിനു വേണ്ടിയിട്ട് ധനകാര്യ ആസ്തികൾ കൈകാര്യം ചെയ്യുന്ന വിപണിയെ നമ്മൾ പണവിപണി എന്ന് വിളിക്കും. ഇനി പിന്നെ നോക്കിയാൽ എന്താണ്? പണത്തിന് ഏറ്റവും അടുത്ത് പകരം വയ്ക്കാവുന്ന
ആസ്തികളാണ് ഇത്. അപ്പോൾ പണത്തിന് ഏറ്റവും അടുത്ത് പകരം വയ്ക്കാവുന്ന ആസ്തികളാണ് ഇത് എന്ന് നമുക്കറിയാം. ഇനിയോ കുറഞ്ഞ നഷ്ടസാധ്യതയാണ് ഇതിനുള്ളത്. അപ്പോൾ നഷ്ടസാധ്യത എങ്ങനെയാണ്? വളരെ കുറവാണ്. ഈടുണ്ടോ ഇതിന്? ഈട് ഇല്ല. ഉയർന്ന ദ്രവത്വമുണ്ട്. നിത്യേന വളരെയധികം വ്യാപാരം ചെയ്യപ്പെടുന്ന ഹ്രസ്വകാല കടപ്രമാണങ്ങൾക്കുള്ള വിപണിയാണിത്. അപ്പം ദിവസേന വ്യാപാരം നടക്കണം. എങ്ങനെയുള്ള വ്യാപാരം? ഹ്രസ്വകാല കടപ്പത്രങ്ങൾക്കുള്ള വ്യാപാരങ്ങൾ നടത്തപ്പെടണം. ഉയർന്ന ദ്രവത്വം വേണം, ഈട് വേണം, കുറഞ്ഞ നഷ്ടസാധ്യതയെ ഉണ്ടാകാനും പാടുള്ളൂ. അപ്പോൾ കുറഞ്ഞ നഷ്ടസാധ്യതയും ഈടില്ലാത്തതും ഉയർന്ന ദ്രവത്വമുള്ളതുമായ നിത്യേന വളരെയധികം വ്യാപാരം ചെയ്യപ്പെടുന്ന ഹ്രസ്വകാല കടപ്രമാണങ്ങൾക്കുള്ള വിപണിയെ ആണ് നമ്മൾ എന്ത് വിശേഷിപ്പിക്കുന്നത്? ഈ പറയുന്ന പണവിപണി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഭൗതികമായിട്ട് എന്തെങ്കിലും പ്രത്യേക സ്ഥലം വേണോ? വേണ്ട. ഭൗതികമായിട്ടൊരു പ്രത്യേക സ്ഥലം ഇവിടെ ആവശ്യമില്ല. ടെലിഫോൺ മുഖേന നടത്താം, ഇൻ്റർനെറ്റ് വഴിയും നടത്താം. അപ്പോൾ ടെലിഫോൺ മുഖേനയോ ഇൻ്റർനെറ്റ് വഴിയോ നടത്തപ്പെടുന്ന ഒരു പ്രത്യേക സ്ഥലം ആവശ്യമില്ലാത്ത ഒരു വിപണിയുമാണ് ഈ പറയുന്ന പണവിപണി എന്ന് പറയുന്നത്. ഇതിന് പണത്തിൻ്റെ താൽക്കാലികമായ കുറവ് നികത്തുന്നതിനോ ബാധ്യതകൾ നിർവഹിക്കുന്നതിനോ അധികം വരുന്ന ധനം വരുമാനം ലഭിക്കുന്ന രീതിയിൽ താൽക്കാലികമായി വിനിയോഗിക്കാൻ സഹായിക്കുന്നു. അതായത് പണത്തിൻ്റെ താൽക്കാലികമായ കുറവ് നികത്താനും ബാധ്യതകൾ ഒഴിവാക്കാനും അധികം വരുന്ന ധനമെന്ന് പറയുന്നത് അധിക വരുമാനം ലഭിക്കുന്ന രീതിയിൽ താൽക്കാലികമായി വിനിയോഗിക്കുന്നതിനുമാണ് ഇത് സഹായിക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ നോക്കിയാൽ ഭാരതീയ റിസർവ് ബാങ്ക് ഉണ്ടല്ലേ. ഭാരതീയ റിസർവ് ബാങ്ക്, വാണിജ്യ ബാങ്കുകൾ, ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ, വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയവയാണ് വിപണിയിലെ പ്രധാനപ്പെട്ട പങ്കാളികളെന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയാൽ ഭാരതീയ റിസർവ് ബാങ്ക്, വാണിജ്യ ബാങ്കുകൾ, ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ, വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയവയാണ് ഈ വിപണിയിലെ പ്രധാനപ്പെട്ട പങ്കാളികളായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇനി നമുക്ക് പണവിപണിയിലെ പ്രമാണങ്ങൾ നോക്കാം അല്ലേ. പണവിപണിയിലെ പ്രമാണങ്ങൾ എന്താണ്? ഒന്ന് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയും അല്ലേ. പണവിപണിയിലെ പ്രമാണങ്ങൾ നമ്മൾ വിളിക്കുന്നവർ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ട്രഷറി ബിൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ട്രഷറി ബിൽ എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ല, എന്താണ് ട്രഷറി ബിൽ? ഒരു വർഷത്തിൽ താഴെയാണ് ട്രഷറി ബില്ലിൻ്റെ കാലാവധി. അപ്പോൾ ട്രഷറി ബില്ലിൻ്റെ കാലാവധി എത്രയാണ്? ഒരു വർഷത്തിൽ താഴെയാണ്. എന്തിനു വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്? കേന്ദ്ര സർക്കാരാണ് ഉപയോഗിക്കുന്നത്. ഹ്രസ്വകാല വായ്പ എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രമാണമാണ് ട്രഷറി ബിൽ. അപ്പോൾ ഒരു വർഷത്തിൽ താഴെ കാലാവധിയുള്ളതും കേന്ദ്ര സർക്കാർ ഹ്രസ്വകാല വായ്പ എടുക്കുന്നതിന് ഉപയോഗിക്കുന്നതുമായ ഒരു പ്രമാണത്തിനെയാണ് നമ്മൾ ട്രഷറി ബിൽ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഹ്രസ്വകാല ധനകാര്യ ആവശ്യങ്ങൾക്കായിട്ട് ഭാരതീയ റിസർവ് ബാങ്ക് മുഖേന വിതരണം ചെയ്യുന്ന ഇവയെ വിളിക്കുന്ന പേരാണ് സീറോ കൂപ്പൺ ബോണ്ടുകൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ട്രഷറി ബില്ലുകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സീറോ കൂപ്പൺ ബോണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഹ്രസ്വകാല ധന ആവശ്യങ്ങൾക്കായിട്ട് ഭാരതീയ റിസർവ് ബാങ്ക് മുഖേന വിതരണം ചെയ്യുന്ന ഇവയെ വിളിക്കുന്ന പേരാണ് സീറോ കൂപ്പൺ ബോണ്ടുകൾ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. അതേപോലെ തന്നെ വാഗ്ദാന പത്ര രൂപത്തിലാണ് ഇവ പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ വാഗ്ദാന പത്ര രൂപത്തിൽ പുറപ്പെടുവിക്കുന്നതാണ് ഇവയെന്ന് നമുക്ക് മനസ്സിലായി. അതേപോലെ ഇവ എന്ത് ചെയ്യുന്നു? ഉയർന്ന ദ്രവത്വം കൊടുക്കുന്നു. അപ്പോൾ ഉയർന്ന ദ്രവത്വമുള്ളതാണ് ഇത്. നിശ്ചിത വരുമാനം ഉറപ്പു നൽകുന്നതാണ് ഇത്. പണം തിരിച്ചു കിട്ടാതിരിക്കുക എന്ന നഷ്ടസാധ്യത തീരെ കുറവുള്ളതാണ്. അപ്പോൾ പണത്തിൻ്റെ നഷ്ടം ഒരിക്കലും സംഭവിക്കില്ല. വാഗ്ദാന രൂപത്തിലാണ് ഇത് പുറപ്പെടുവിക്കുന്നത്. ഉയർന്ന ദ്രവത്വം ഇവയ്ക്കുണ്ട്. നിശ്ചിത വരുമാനം ഉറപ്പ് നൽകുന്നു. പണം തിരിച്ചു കിട്ടാതിരിക്കുക എന്ന നഷ്ടസാധ്യത വളരെ കുറവാണ് ഇവിടെ നമുക്കറിയാം. ഇനി ഇതേപോലെ നോക്കിയാൽ വാണിജ്യ പത്രം നമുക്കുണ്ട്. വാണിജ്യ പത്രത്തെ നമ്മൾ വിളിക്കുന്ന പേര് കൊമേഴ്ഷ്യൽ പേപ്പർ എന്നാണ്. കൊമേഴ്ഷ്യൽ പേപ്പർ. അപ്പോൾ എന്താണ് വാണിജ്യ പത്രം അഥവാ കൊമേഴ്ഷ്യൽ പേപ്പർ? നിശ്ചിത കാലാവധിയുള്ളതും അധികാരപ്പെടുത്തി നൽകുന്നതിലൂടെ കൈമാറ്റം ചെയ്യാവുന്നതും ഈടില്ലാത്തതുമായ ഹ്രസ്വകാല വാഗ്ദാന പത്രമാണ് വാണിജ്യ പത്രിക എന്ന് പറയുന്നത്. അപ്പോൾ നിശ്ചിത കാലാവധിയുള്ളതാണ്, അധികാരപ്പെടുത്തി നൽകുന്നതിലൂടെ കൈമാറ്റം ചെയ്യാവുന്നതാണ്, ഈട് ഇല്ലാത്തതാണ്, ഹ്രസ്വകാല വാഗ്ദാന പത്രമാണ്. ഇതാണ് വാണിജ്യ പത്രം. അതായത് നിശ്ചിത കാലാവധിയുണ്ട് ഇതിന്, അധികാരപ്പെടുത്തി നൽകുന്നതുമാണ്, കൈമാറ്റം ചെയ്യാവുന്നതുമാണ്, ഈടില്ല, പക്ഷേ ഹ്രസ്വകാല വാഗ്ദാന പത്രം ഇതിലുണ്ട്. അതാണ് വാണിജ്യ പത്രം എന്ന് പറയുന്ന കൊമേഴ്ഷ്യൽ പേപ്പർ. ഉയർന്ന വായ്പാശേഷിയുള്ള വൻകിട കമ്പനികൾ ഹ്രസ്വകാല ആവശ്യങ്ങൾക്കായിട്ട് വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ പലിശ നിരക്കിൽ ധനം സ്വരൂപിക്കുന്നതിന് വിതരണം ചെയ്യുന്നവയാണിവ. അതായത് ഉയർന്ന വായ്പാശേഷിയുള്ള വൻകിട കമ്പനികൾ ഹ്രസ്വകാല ആവശ്യങ്ങൾക്കായിട്ട് വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ പലിശ നിരക്കിൽ ധനം സ്വരൂപിക്കുന്നതിന് വിതരണം ചെയ്യുന്നവയാണ് ഇവ. സാധാരണഗതിയിൽ 15 ദിവസം മുതൽ 1 വർഷം വരെയാണ് ഇവയുടെ കാലാവധി. അപ്പോൾ ഇവയുടെ കാലാവധി എന്താണ്? 15 ദിവസം മുതൽ 1 വർഷം വരെയാണ് ഇവയുടെ കാലാവധിയായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇനിയോ കോൾ മണി മാർക്കറ്റ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ല, എന്താണ് കോൾ മണി മാർക്കറ്റ്? കോൾ മണി മാർക്കറ്റ് എന്താണ്? ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകളിൽ ഉപയോഗിക്കുന്നതാണ് കോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോൾ മണി മാർക്കറ്റ്
ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകളിലാണ് ഉപയോഗിക്കുന്നത്. 1 മുതൽ 15 വരെ ദിവസങ്ങൾ കാലാവധി ഇതിനുണ്ട്. അപ്പോൾ 1 മുതൽ 15 വരെ ദിവസങ്ങൾ ഇതിന് കാലാവധിയുണ്ട്. ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു നൽകാമെന്നുള്ള വ്യവസ്ഥയുള്ള ഹ്രസ്വകാല ധനകാര്യ സ്രോതസ്സാണ് കോൾ മണി. അപ്പോൾ ആവശ്യപ്പെടുമ്പോൾ എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം എന്ന വ്യവസ്ഥയുള്ളതാണ് കോൾ മണി. ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. 1 മുതൽ 15 വരെ ദിവസങ്ങൾ കാലാവധിയുള്ള, ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു നൽകാമെന്ന വ്യവസ്ഥയുള്ള ഹ്രസ്വകാല ധനകാര്യ സ്രോതസ്സിനെയാണ് കോൾ മണി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇനിയോ പണക്കരുതൽ ധനാനുപാതം എന്ന് പറയുന്നതാണ്. എന്താണ് പണക്കരുതൽ ധനാനുപാതം? അല്ലെ, പണക്കരുതൽ ധനാനുപാതം എന്താണ്? പണക്കരുതൽ ധനാനുപാതം എന്ന് പറയുന്നത് അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ബാങ്കുകൾ പരസ്പരം കടം വാങ്ങുന്ന രീതിയാണ് കോൾ മണി എന്ന് പറയുന്നത്. ഇപ്പോൾ ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകളിൽ ഉപയോഗിക്കുന്നു. 1 മുതൽ 15 വരെ ദിവസങ്ങൾ കാലാവധിയുള്ള, ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു നൽകാമെന്ന വ്യവസ്ഥയുള്ള ഹ്രസ്വകാല ധനകാര്യ സ്രോതസ്സാണ് കോൾ മണി എന്ന് പറയുന്നത്. കരുതൽ ധനാനുപാതം നിലനിർത്തുന്നതിനായിട്ട് ബാങ്കുകൾ പരസ്പരം കടം വാങ്ങുന്ന രീതി എന്ന് പറയുന്നത് കോൾ മണി എന്ന് പറയണം. അതായത് ഏതെങ്കിലും ഒരു ബാങ്കിന് ആവശ്യമുണ്ടെങ്കിൽ ആ ബാങ്ക് അടുത്ത ബാങ്കിനോട് കടം മേടിക്കുന്ന രീതി കേട്ടോ. പിന്നെയോ കോൾ മണി നൽകുന്ന പലിശ നിരക്കിന് വിളിക്കുന്ന പേരാണ് കോൾ റേറ്റ് എന്ന് പറയുന്നത്. എന്താണ് കോൾ റേറ്റ്? കോൾ മണി നൽകുന്ന പലിശ നിരക്കിനെയാണ് കോൾ റേറ്റ് എന്ന് പറയുന്നത്. അല്ലേ, വളരെ പെട്ടെന്ന് വ്യത്യാസം വരുന്നതാണ്. ദിവസം തോറും, പലപ്പോഴും മണിക്കൂറുകൾ തോറും മാറിക്കൊണ്ടിരിക്കുന്നതുമായ നിരക്കാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന കോൾ മണി എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് വ്യത്യാസം വരുന്നതും ദിവസം തോറും പലപ്പോഴും, അതായത് മണിക്കൂറുകൾ തോറും മാറിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു നിരക്കാണ് ഇത് നിരക്കെന്ന് പറയുന്നത്, ഈ പറയുന്ന കോൾ മണി എന്ന് പറയുന്ന നിരക്ക്. ഇനി അതേപോലെ തന്നെ നിക്ഷേപ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയും. അതെന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലേ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, നിക്ഷേപ സർട്ടിഫിക്കറ്റ് കൈവശാവകാശ രൂപത്തിലുള്ളതാണ്, കൈമാറ്റം ചെയ്യാവുന്നതാണ്, ഈട് ഇല്ലാത്തതാണ്. ബാങ്കുകളും വികസന ധനകാര്യ സ്ഥാപനങ്ങളും വിതരണം ചെയ്യുന്ന ഹ്രസ്വകാല ധനകാര്യ പ്രമാണങ്ങളെയാണ് നിക്ഷേപ സർട്ടിഫിക്കറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. കൈവശാവകാശ രൂപത്തിലുള്ളതും കൈമാറ്റം ചെയ്യാവുന്നതും ഈട് ഇല്ലാത്തതുമായ, ബാങ്കുകളും വികസന ധനകാര്യ സ്ഥാപനങ്ങളും വിതരണം ചെയ്യുന്നതുമായ ഹ്രസ്വകാല ധനകാര്യ പ്രമാണങ്ങളെയാണ് നിക്ഷേപ സർട്ടിഫിക്കറ്റ് എന്ന് നമ്മൾ പൊതുവെ വിശേഷിപ്പിക്കുന്നത്. ഇനി എന്താണ് വാണിജ്യ ബില്ല് എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലെ, വാണിജ്യ ബില്ല് എന്താണ്, അഥവാ കൊമേഴ്ഷ്യൽ ബില്ല് എന്താണ്? ബിസിനസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന മൂലധന ആവശ്യങ്ങൾക്കുള്ള പണം, അതായത് ബിസിനസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന മൂലധന ആവശ്യങ്ങൾക്കുള്ള പണം സ്വരൂപിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു കൈമാറ്റ ബില്ലാണ് വാണിജ്യ ബില്ലെന്ന് പറയുന്നത്. ബിസിനസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന മൂലധന ആവശ്യങ്ങൾക്കുള്ള പണം സ്വരൂപിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു കൈമാറ്റ ബില്ലിനെയാണ് വാണിജ്യ ബില്ല് എന്ന് വിശേഷിപ്പിക്കുന്നത്. സ്ഥാപനങ്ങൾ കടമായി സാധനങ്ങൾ വിൽക്കുന്നതിനാവശ്യമായ പണം ലഭ്യമാക്കുന്നതും കൈമാറ്റം ചെയ്യാവുന്ന കാലാവധി കഴിയുമ്പോൾ സ്വയം പണമായി മാറുന്നതുമായ ഹ്രസ്വകാല ധനകാര്യ പ്രമാണങ്ങളാണ് ഇവയെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വാണിജ്യ ബില്ല് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അല്ല, ബിസിനസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന മൂലധന ആവശ്യങ്ങൾക്കുള്ള പണം സ്വരൂപിക്കുന്നതിന് ഉപയോഗിക്കുന്ന കൈമാറ്റ ബില്ലിനെയാണ് വാണിജ്യ ബില്ലെന്ന് പറയുന്നത്. അപ്പോൾ നടത്തപ്പെടുന്നത് ബിസിനസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന മൂലധന സമാഹരണത്തിനായിട്ടാണ് വാണിജ്യ ബിൽ അഥവാ കൊമേഴ്ഷ്യൽ ബിൽ ഉപയോഗിക്കുന്നത്. സ്ഥാപനങ്ങൾക്ക് കടമായി സാധനങ്ങൾ വിൽക്കുന്നതിനാവശ്യമായ പണം ലഭ്യമാക്കുന്നതും കൈമാറ്റം ചെയ്യാവുന്ന കാലാവധി കഴിയുമ്പോൾ സ്വയം പണമായി മാറുന്നതുമായ ഹ്രസ്വകാല ധനകാര്യ പ്രമാണങ്ങളാണ് ഇവയെന്ന് പറയുന്നത്. ഇനി മൂലധന വിപണി അഥവാ ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണെന്ന് നോക്കാം. നമ്മൾ പണവിപണിയെ പറ്റിയാണ് പറഞ്ഞത്. ആ പണവിപണി ഇവിടം കൊണ്ട് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് മൂലധന വിപണിയെക്കുറിച്ചാണ്. എന്താണ് മൂലധന വിപണി എന്ന് നമുക്ക് നോക്കാം. അല്ലേ, മൂലധന വിപണി എന്താണ്? ഉടമസ്ഥതാ മൂലധനവും വായ്പാ മൂലധനവും ഉൾപ്പെടെ ദീർഘകാല ധനസമാഹരണത്തിനും നിക്ഷേപത്തിനും സഹായിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ സൗകര്യങ്ങളും സ്ഥാപന സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് മൂലധന വിപണി എന്ന് പറയുന്നത്. അതായത് ഉടമസ്ഥതാ മൂലധനവും വായ്പാ മൂലധനവും ഉൾപ്പെടെ ദീർഘകാല ധനസമാഹരണത്തിനും നിക്ഷേപത്തിനും സഹായിക്കുന്ന സൗകര്യങ്ങളും സ്ഥാപന സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്നതിനെയാണ് നമ്മൾ മൂലധന വിപണി എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഇതിൽ സമൂഹത്തിൻ്റെ സമ്പാദ്യമുണ്ട്. അല്ലേ, സമൂഹത്തിൻ്റെ സമ്പാദ്യം വ്യാവസായിക വാണിജ്യ സ്ഥാപനങ്ങൾക്കും പൊതുജനങ്ങൾക്കും ലഭ്യമാക്കുന്ന മാർഗങ്ങളുടെ ശ്രേണികൾ എന്നിവയാണ് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഇതിൽ സമൂഹത്തിൻ്റെ സമ്പാദ്യം ഉൾപ്പെടുന്നുണ്ട്, വ്യാവസായിക വാണിജ്യ സ്ഥാപനങ്ങൾക്കും പൊതുജനങ്ങൾക്കും ലഭ്യമാക്കുന്ന മാർഗങ്ങളുടെ ശ്രേണികൾ ഉൾക്കൊള്ളുന്നുണ്ട്. പിന്നെയോ വികസന ബാങ്കുകൾ, വാണിജ്യ ബാങ്കുകൾ, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് മൂലധന വിപണി എന്ന് പറയുന്നത്. അപ്പോൾ മൂലധന വിപണിയിൽ ആരെല്ലാം ഉൾപ്പെടുന്നു? വികസന ബാങ്കുകൾ അഥവാ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, വാണിജ്യ ബാങ്കുകൾ അഥവാ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഓഹരി വിപണികൾ എന്നിവ ഉൾപ്പെടുന്നതാണ് മൂലധന വിപണി.
ധനം എന്ന് പറയുന്നത് മൂലധന അല്ലേ ധനം എന്ന് പറയുന്നത് മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനെയാണ് ഒരു ഉത്തമ മൂലധന വിപണി എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ഉത്തമ മൂലധന വിപണിയുടെ ധർമ്മം എന്താണ്? ധനം മിതമായ നിരക്കിൽ ലഭ്യമാക്കുക എന്നതാണ് ഒരു ഉത്തമ മൂലധന വിപണിയുടെ ധർമ്മം എന്ന് പറയുന്നത്. മൂലധന വിപണിയെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം? രണ്ടായി തരംതിരിക്കാം. അപ്പോൾ മൂലധന വിപണിയെ പൊതുവെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് പ്രാഥമിക വിപണിയും മറ്റൊന്ന് ദ്വിതീയ വിപണിയും. അപ്പോൾ പ്രാഥമിക വിപണിയും ദ്വിതീയ വിപണിയും എന്നിങ്ങനെ മൂലധന വിപണിയെ നമുക്ക് രണ്ടായി തരംതിരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കുന്നതാണ് മൂലധന വിപണി. ഒന്ന് പ്രാഥമിക വിപണിയും മറ്റൊന്ന് ദ്വിതീയ വിപണിയും. എന്താണ് പ്രാഥമിക വിപണി എന്ന് നമുക്ക് നോക്കാം, അഥവാ പ്രൈമറി മാർക്കറ്റ് എന്താണെന്ന് നോക്കാം. നിക്ഷേപകന് കമ്പനികൾ നേരിട്ട് ഓഹരികൾ ലഭ്യമാക്കുന്ന വിപണിയാണ് പ്രാഥമിക വിപണി. അപ്പോൾ നിക്ഷേപകന് കമ്പനികൾ നേരിട്ട് ഓഹരികൾ ലഭ്യമാക്കുന്ന വിപണിയാണ് പ്രാഥമിക വിപണി. പ്രാഥമിക വിപണിയെ വിളിക്കുന്നൊരു പേരുണ്ട്, ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിക്ഷേപകന് കമ്പനികൾ നേരിട്ട് ഓഹരികൾ ലഭ്യമാക്കുന്ന വിപണിയാണ് പ്രാഥമിക വിപണി എന്ന് പറയുന്നത്. പ്രാഥമിക വിപണിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് വിളിക്കാറുണ്ട്. അതേപോലെ ആദ്യമായി വിതരണം ചെയ്യപ്പെടുന്ന സെക്യൂരിറ്റികൾ കൈകാര്യം ചെയ്യുന്ന വിപണിയാണ് പ്രാഥമിക വിപണി. അപ്പോൾ ആദ്യമായിട്ട് വിതരണം ചെയ്യപ്പെടുന്ന സെക്യൂരിറ്റികൾ കൈകാര്യം ചെയ്യുന്ന വിപണിയുമാണ് പ്രാഥമിക വിപണി. പിന്നെയോ സമ്പാദകരിൽ നിന്ന് പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നതോ നിലവിലുള്ള സ്ഥാപനം വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതോ ആയ സംരംഭകരിലേക്ക് നിക്ഷേപ സാധ്യതയുള്ള ധനം ആദ്യമായിട്ട് ഓഹരികളായി വിതരണം ചെയ്യുന്നതിലൂടെ കൈമാറ്റം ചെയ്യാൻ സഹായിക്കുക എന്നതാണ് പ്രാഥമിക വിപണിയുടെ ധർമ്മം. അപ്പോൾ എന്താണ് പ്രാഥമിക വിപണിയുടെ ധർമ്മം എന്ന് ചോദിച്ചാൽ, അതായത് പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നതോ അതല്ലെങ്കിൽ നിലവിലുള്ള സ്ഥാപനം വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതോ ആയ സംരംഭകരിലേക്ക് നിക്ഷേപ സാധ്യതയുള്ള ധനം ആദ്യമായിട്ട് ഓഹരികളായി വിതരണം ചെയ്യുന്നതിലൂടെ കൈമാറ്റം ചെയ്യാനായിട്ട് സഹായിക്കുക എന്നതാണ് പ്രാഥമിക വിപണിയുടെ ധർമ്മം. ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, ഇൻഷുറൻസ് കമ്പനികൾ, മ്യൂച്വൽ ഫണ്ടുകൾ, സ്വകാര്യ വ്യക്തികൾ എന്നിവരാണ് ഈ വിപണിയിലെ നിക്ഷേപകർ. അപ്പോൾ മൂലധന വിപണിയിലെ നിക്ഷേപകർ ആരെല്ലാം എന്ന് ചോദിച്ചാൽ, ബാങ്കുകളുണ്ട്, ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്, ഇൻഷുറൻസ് കമ്പനികളുണ്ട്, മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, സ്വകാര്യ വ്യക്തികളുണ്ട് എന്നിവരാണ് ഈ വിപണിയിലെ നിക്ഷേപകർ. ഇനി വിതരണ രീതികൾ നമുക്കൊന്ന് നോക്കാം, അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നതാണ് അല്ലേ. മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടേഷൻ എന്താണ്? മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടേഷൻ എന്താണ്? പ്രാഥമിക വിപണിയിൽ പുതിയതായി ഓഹരികൾ ഇറക്കുന്നതിന് വിവിധ രീതികൾ നമ്മൾ അവലംബിക്കാറുണ്ട് അല്ലേ. അപ്പോൾ വിപണന രീതികൾ എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പ്രാഥമിക വിപണിയിൽ പുതിയതായിട്ട് ഓഹരികൾ ഇറക്കുന്നതിന് പുതിയ രീതികൾ അവലംബിക്കാറുണ്ട്, അതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഇപ്പോൾ വിപണന രീതികൾ അഥവാ മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടേഷനാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് അല്ലേ. പ്രാഥമിക വിപണിയിൽ പുതിയതായിട്ട് ഓഹരികൾ ഇറക്കുന്നതിന് വിവിധ രീതികൾ അവലംബിക്കാറുണ്ട്, അതെന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. പ്രോസ്പെക്ടസ് മുഖേനയുള്ള വാഗ്ദാനമാണ് ഒന്നാമത്തേത്. അപ്പോൾ പ്രോസ്പെക്ടസ് മുഖേനയുള്ള വാഗ്ദാനം ഓഫർ ത്രൂ പ്രോസ്പെക്ടസ് എന്ന് പറയും അല്ലേ. പ്രോസ്പെക്ടസ് മുഖേനയുള്ള വാഗ്ദാനം. രണ്ടാമത്തേത് വിൽപ്പനയ്ക്കുള്ള വാഗ്ദാനം, ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നതാണ് വിൽപ്പനയ്ക്കുള്ള വാഗ്ദാനം എന്ന് പറയുന്നത്. ഓഫർ ഫോർ സെയിലാണ് വിൽപ്പനയ്ക്കുള്ള വാഗ്ദാനം. മൂന്നാമത്തേത് സ്വകാര്യ വിൽപ്പന, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നതാണ് മൂന്നാമത്തേത്. സ്വകാര്യ വിൽപ്പന, അതാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. നാലാമത്തേത് അവകാശ ഓഹരികൾ അഥവാ റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറയും. അപ്പോൾ വിതരണ രീതികൾ മൂലധന വിപണിയിൽ എങ്ങനെയൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്? പ്രോസ്പെക്ടസ് മുഖാന്തരമുള്ള വിതരണമുണ്ട്, വിൽപ്പനയ്ക്കുള്ള വാഗ്ദാനമുണ്ട്, സ്വകാര്യ വിൽപ്പനയുണ്ട്, അവകാശ ഓഹരികൾ അഥവാ റൈറ്റ്സ് ഇഷ്യൂസ് ഉണ്ട്, ഈ ഐപോസ് എന്ന് പറയുന്ന സംവിധാനവുമുണ്ട് അല്ലേ. ഇതാണ് നമ്മുടെ മൂലധന വിപണിയിൽ പ്രധാനമായിട്ടും വിതരണം ചെയ്യുന്നത്. അത് പ്രാഥമിക വിപണിയിലെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ദ്വിതീയ വിപണിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊന്ന് നോക്കാം അല്ലേ. ദ്വിതീയ വിപണിയിൽ എന്തൊക്കെ സംഭവിക്കുന്നു? ദ്വിതീയ വിപണിയെ ഓഹരി വിപണി അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന വിശേഷണമുള്ളതാണ് ദ്വിതീയ വിപണി. നിലവിലുള്ള ഓഹരികൾ വാങ്ങാനും വിൽക്കാനുമുള്ള വിപണിയാണ് ഓഹരി വിപണി എന്ന് പറയുന്നത്. അപ്പം നിലവിലുള്ള ഓഹരികൾ വാങ്ങാനും വിൽക്കാനുമുള്ള വിപണിയാണ് ഓഹരി വിപണി. ഇത് നിലവിലുള്ള നിക്ഷേപകർക്ക് അവരുടെ നിക്ഷേപങ്ങൾ പിൻവലിക്കാനും പുതിയ നിക്ഷേപകർക്ക് വിപണിയിൽ പ്രവേശിക്കാനും സഹായിക്കുന്നു. നിലവിലുള്ള സെക്യൂരിറ്റികൾക്ക് ദ്രവത്വവും വിപണന സാധ്യതകളും ഇത് നൽകുന്നുണ്ട്. നിലവിലുള്ള നിക്ഷേപകർക്ക് അവരുടെ നിക്ഷേപങ്ങൾ പിൻവലിക്കാനും പുതിയ നിക്ഷേപകർക്ക് വിപണിയിൽ പ്രവേശിക്കാനും സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് ഓഹരി വിപണിയെ പറ്റി നോക്കാം അല്ലെ. ഓഹരി വിപണി എന്താണ്? ഓഹരി വിപണി
ഓഹരി വിപണി ഏതാണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഓഹരി വിപണി എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലെ, നിലവിലുള്ള സെക്യൂരിറ്റികൾ വാങ്ങുക, വിൽക്കുക, അതിന് വേദിയൊരുക്കുക എന്ന ഡ്യൂട്ടി നിർവഹിക്കുന്ന സ്ഥാപനത്തിനെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നിലവിലുള്ള സെക്യൂരിറ്റികൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വേദിയൊരുക്കുന്ന സ്ഥാപനത്തിനെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വിശേഷിപ്പിക്കുന്നത്. അല്ലേ, ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് കമ്പനികൾക്ക് വേണ്ടിയിട്ട് ധനസമാഹരണം നടത്താനും നിക്ഷേപകർക്ക് അവരുടെ നിക്ഷേപങ്ങൾക്ക് ദ്രവത്വവും സുരക്ഷിതത്വവും നൽകാനും സഹായിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് കമ്പനികൾക്ക് വേണ്ടിയിട്ട് ധനസമാഹരണം നടത്താനും നിക്ഷേപകർക്ക് അവരുടെ നിക്ഷേപങ്ങൾക്ക് ദ്രവത്വവും സുരക്ഷിതത്വവും നൽകാനും ഇത് സഹായിക്കുന്നു. ഇനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലേ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അർത്ഥം എന്താണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അർത്ഥം എന്താണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അർത്ഥം എന്താണ്? സെക്യൂരിറ്റീസ് കോൺട്രാക്റ്റ്, അല്ലേ, ആക്ട്, അതായത് സെക്യൂരിറ്റീസ് കോൺട്രാക്റ്റ് ആക്ട് 1956 അനുസരിച്ച് ഇൻകോർപ്പറേറ്റ് ചെയ്തതോ അല്ലാത്തതോ ആയ സെക്യൂരിറ്റികൾ വാങ്ങുന്നതോ വിൽക്കുന്നതോ കൈകാര്യം ചെയ്യുന്നതോ ആയ സ്ഥാപനത്തിനെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സെക്യൂരിറ്റീസ് കോൺട്രാക്റ്റ് ആക്ട് 1956 അനുസരിച്ച് ഇൻകോർപ്പറേറ്റ് ചെയ്തതോ അല്ലാത്തതോ ആയ സെക്യൂരിറ്റികൾ വാങ്ങുന്നതോ വിൽക്കുന്നതോ കൈകാര്യം ചെയ്യുന്നതോ ആയ സ്ഥാപനത്തിനെയാണ് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വിശേഷിപ്പിക്കുന്നത്. ബിസിനസ്സിനെ സഹായിക്കുന്നതിനോ ക്രമീകരിക്കുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ വേണ്ടി രൂപീകരിച്ചിട്ടുള്ള വ്യക്തികളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൂട്ടത്തെ നമുക്ക് എന്ത് വിളിക്കാം? സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വിശേഷിപ്പിക്കാം. അപ്പോൾ ബിസിനസ്സിനെ സഹായിക്കുന്നതിനോ ക്രമീകരിക്കുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ വേണ്ടി രൂപീകരിച്ചിട്ടുള്ള വ്യക്തികളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൂട്ടത്തെ നമുക്ക് എന്ത് വിളിക്കാം? സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വിശേഷിപ്പിക്കാം. ഇനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലെ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? നിലവിലുള്ള സെക്യൂരിറ്റികൾക്ക് ദ്രവത്വവും വിപണനശേഷിയും പ്രദാനം ചെയ്യുക എന്നുള്ളത് ഒന്നാമത്തേത്. അല്ലെ, നിലവിലുള്ള സെക്യൂരിറ്റികൾക്ക് ദ്രവത്വവും വിപണനശേഷിയും പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കടമ. ഇനി രണ്ടാമത്തേത് എന്താണ്? സെക്യൂരിറ്റികളുടെ വില നിർണ്ണയിക്കുക. അല്ലെ, സെക്യൂരിറ്റികളുടെ വില നിർണ്ണയിക്കുക. ഇനി മൂന്നാമത്തേതോ? ഇടപാടുകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവനകൾ നൽകുക, ഇക്വിറ്റി സംസ്കാരം വ്യാപിപ്പിക്കുക, ഊഹക്കച്ചവടത്തിനുള്ള അവസരങ്ങൾ ലഭ്യമാക്കുക. ഇത്രയുമാണ് ഈ പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ധർമ്മങ്ങളെന്ന് പറയുന്നത്. ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു, നിലവിലുള്ള സെക്യൂരിറ്റികൾക്ക് ദ്രവത്വവും വിപണനശേഷിയും പ്രദാനം ചെയ്യുക, സെക്യൂരിറ്റികളുടെ വില നിർണ്ണയിക്കുക, ഇടപാടുകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവനകൾ നൽകുക, ഇക്വിറ്റി സംസ്കാരം വ്യാപിപ്പിക്കുക, ഊഹക്കച്ചവടത്തിനുള്ള അവസരം ലഭ്യമാക്കുക. ഇവയാണ് ഈ പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് റെയർ ഫാക്റ്റുകളൊന്ന് നോക്കാം. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പേരെന്താണ്? അതാണ് ആൻഡ്വെർപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ലോകത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പേരാണ് ആൻഡ്വെർപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ലോകത്തിൽ ആദ്യമായിട്ട് സ്റ്റോക്കുകളും ബോണ്ടുകളും പുറത്തിറക്കിയ സ്ഥാപനം. അപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ട് സ്റ്റോക്കുകളും ബോണ്ടുകളും പുറത്തിറക്കിയ സ്ഥാപനത്തിൻ്റെ പേരെന്ത് എന്ന് ചോദിച്ചാൽ അതാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്. ഇനി അതേപോലെ അടുത്ത ചോദ്യത്തിലോട്ട് കിടന്നാലോ? ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഓഹരി വിപണി ഏതാണ്? ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഓഹരി വിപണി എന്ന് പറയുന്നത് ടോക്കിയോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഓഹരി വിപണി എന്ന് പറയുന്നത് ടോക്കിയോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇനി നമുക്ക് ഈ പ്രാഥമിക വിപണിയെയും ദ്വിതീയ വിപണിയെയും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. അല്ലേ, ഒന്ന് താരതമ്യം ചെയ്യാം. അതെന്താണ് പ്രാഥമിക വിപണി? അതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതായത് പുതിയ ഓഹരികൾക്കുള്ള വിപണിയാണ് പ്രാഥമിക വിപണി. ഇവിടെ പുതിയ കമ്പനികൾ സെക്യൂരിറ്റികൾ വിൽപ്പന നടത്തുന്നു, അല്ലെങ്കിൽ നിലവിലുള്ള കമ്പനികൾ നിക്ഷേപകർക്ക് വീണ്ടും പുതിയ ഓഹരി വിൽപ്പന നടത്തുന്നു. അതായത് പുതിയ ഓഹരികൾ വിൽക്കുന്ന സ്ഥലം, അതാണ് പ്രാഥമിക വിപണി. അത് പുതിയ കമ്പനികളുടേത് ആവാം. രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? സെക്യൂരിറ്റികൾ കമ്പനികൾ നേരിട്ടോ ഇടനിലക്കാർ മുഖേനയോ നിക്ഷേപകർക്ക് വിൽക്കുന്നു. അതായത് നേരിട്ടോ അല്ലാതെ ഇടനിലക്കാർ വഴിയോ നിക്ഷേപകർക്ക് സെക്യൂരിറ്റികൾ വിൽക്കുന്ന സമ്പ്രദായവും ഈ പറയുന്ന പ്രാഥമിക വിപണിയിലുണ്ട്. അതുപോലെ സമ്പാദകരിൽ നിന്ന് നിക്ഷേപകരിലേക്കാണ് ധനസമ്പത്ത് ഒഴുകുന്നത്. അതായത് പ്രാഥമിക വിപണി നേരിട്ട് മൂലധന സ്വരൂപണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇനി നാലാമത്തെ നോക്കിയാലോ? പ്രാഥമിക വിപണിയിൽ സെക്യൂരിറ്റികൾ വാങ്ങൽ മാത്രമേ ഉള്ളൂ, വിൽക്കാൻ കഴിയില്ല. അപ്പോൾ പ്രാഥമിക വിപണിയിൽ വാങ്ങാൻ മാത്രം പറ്റും, വിൽക്കാനായിട്ട് പറ്റില്ല.
വിലകൾ നിശ്ചയിക്കുന്നതും തീരുമാനിക്കുന്നതും കമ്പനി മാനേജ്മെൻറ്റാണ്. അപ്പോൾ ഇവിടെ വിലകൾ നിശ്ചയിക്കുന്നതും തീരുമാനിക്കുന്നതും ആരാണ്? കമ്പനി മാനേജ്മെൻറ്റാണ്. ഇനിയോ, പ്രത്യേകമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഇവിടെ ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. അതായത് പ്രത്യേകിച്ചൊരു സ്ഥലമില്ല എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ദ്വിതീയ വിപണിയെ പറ്റിയും നോക്കാം, അല്ലേ? എന്താണ് ദ്വിതീയ വിപണി? ദ്വിതീയ വിപണി എന്താണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ദ്വിതീയ വിപണി എന്ന് പറയുന്നത്. അപ്പം നിലവിൽ വിപണിയിലുള്ള ഓഹരികൾ മാത്രമേ ഇവ വിപണനം ചെയ്യാറുള്ളൂ. അപ്പോൾ ദ്വിതീയ വിപണി അഥവാ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നത് നിലവിൽ വിപണിയിലുള്ള ഓഹരികൾ മാത്രം വിപണനം ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ധർമ്മം. ഇനി രണ്ടാമത്തെ നോക്കിയാലോ, നിലവിലുള്ള സെക്യൂരിറ്റികളുടെ ഉടമസ്ഥാവകാശം നിക്ഷേപകർ തമ്മിലാണ് കൈമാറുന്നത്. അപ്പം നിലവിലുള്ള സെക്യൂരിറ്റികളുടെ ഉടമസ്ഥാവകാശം നിക്ഷേപകർ തമ്മിലാണ് കൈമാറുന്നത്. കമ്പനികൾ ഇതിൽ കയറി ഇടപെടുന്നേയില്ല. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കിയാലോ, ഓഹരികൾ പണമാക്കി മാറ്റാനായിട്ടുള്ള അവസരം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓഹരികൾ പണമാക്കി മാറ്റാനുള്ള അവസരം വർദ്ധിപ്പിക്കുന്നു. അതായത് ദ്വിതീയ വിപണി പരോക്ഷമായിട്ടാണ് മൂലധന സമാഹരണം അല്ലെങ്കിൽ മൂലധന സ്വരൂപണത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇനി അതേപോലെ പ്രാഥമിക വിപണിയുണ്ട്, അല്ലേ? പ്രാഥമിക വിപണിയിൽ സെക്യൂരിറ്റികൾ വാങ്ങൽ മാത്രമേ ഉള്ളൂ, അല്ലേ? പ്രാഥമിക വിപണിയിൽ സെക്യൂരിറ്റികൾ വാങ്ങാൻ മാത്രമേ പറ്റുകയുള്ളൂ. പക്ഷേ അവ ഇവിടെ വിൽക്കാനായിട്ട് കഴിയത്തില്ല. അവ വിൽക്കാൻ കഴിയില്ല, വാങ്ങാൻ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സെക്യൂരിറ്റികൾ വാങ്ങുകയും ചെയ്യാം, വിൽക്കുകയും ചെയ്യാം. സെക്യൂരിറ്റിക്കുള്ള ചോദന വിതരണ ഘടകങ്ങളാണ് അവയുടെ വില നിർണ്ണയിക്കുന്നത്. അപ്പോൾ സെക്യൂരിറ്റിക്കുള്ള ചോദന വിതരണ ഘടകങ്ങളാണ് ഇവയുടെ വില നിർണ്ണയിക്കുന്നത്. ഇത് പ്രത്യേക സ്ഥലങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രത്യേക സ്ഥലങ്ങളിലാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം, കുറച്ച് ഫാക്റ്റുകളിലേക്കൊന്ന് കിടക്കാം, അല്ലേ? എന്താണ് ഫാക്റ്റുകൾ? ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പേരെന്താണ്? അത് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്, അല്ലേ? ബിഗ് ബോർഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ബിഗ് ബോർഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ബിഗ് ബോർഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. അതേപോലെ വാൾ സ്ട്രീറ്റ്, അതാണ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആസ്ഥാനം. അപ്പോൾ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അതാണ് വാൾ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വാൾ സ്ട്രീറ്റ് ആണ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഏതാണ്? ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് വാൾ സ്ട്രീറ്റ് ആണ്, ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആസ്ഥാനം. അതേപോലെ ഡൗ ജോൺസ് ഉണ്ട്. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചികയുടെ പേരാണ് ഡൗ ജോൺസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചികയുടെ പേരാണ് ഡൗ ജോൺസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി വിപണി സൂചിക അറിയപ്പെടുന്ന പേരാണ് ഡൗ ജോൺസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1929കളിൽ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഓഹരി വിലയിലുണ്ടായ ഒരു വൻ തകർച്ചയുണ്ട്. ഈ തകർച്ചയാണ് നമ്മൾ വാൾ സ്ട്രീറ്റ് ദുരന്തം അഥവാ കറുത്ത വ്യാഴാഴ്ച എന്ന് വിശേഷിപ്പിക്കുന്നത്. 1929കളിൽ ന്യൂയോർക്കിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുണ്ടായ അഥവാ ഓഹരി വിലയിലുണ്ടായ വൻ തകർച്ചയെ ആണ് വാൾ സ്ട്രീറ്റ് ദുരന്തം അഥവാ കറുത്ത വ്യാഴാഴ്ച എന്ന് പേരിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതേപോലെ US-ൽ തന്നെയുള്ള ഒരു ഓഹരി വിപണിയുണ്ട്, അതിൻ്റെ പേരാണ് നാസ്ഡാക്ക് എന്നാണ് ഓഹരി വിപണിയുടെ പേര്, നാസ്ഡാക്ക്. ഈ നാസ്ഡാക്ക് ആണ് ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് ഓഹരി വിപണി എന്ന പേരിൽ അറിയപ്പെടുന്നത്. US-ലെ നാസ്ഡാക്ക് ആണ് ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് ഓഹരി വിപണി എന്ന പേരിൽ അറിയപ്പെടുന്നത്. നാസ്ഡാക്കിൻ്റെ പൂർണ്ണ രൂപം നമുക്കറിയാം, നാഷണൽ അസോസിയേഷൻ ഓഫ് സെക്യൂരിറ്റീസ് ഡീലേഴ്സ് ഓട്ടോമേറ്റഡ് കൊട്ടേഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നാഷണൽ അസോസിയേഷൻ ഓഫ് സെക്യൂരിറ്റീസ് ഡീലേഴ്സ് ഓട്ടോമേറ്റഡ് കൊട്ടേഷൻസ് ആണ് നാസ്ഡാക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ നാസ്ഡാക്കിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ കമ്പനി ഉണ്ട്, അല്ലേ? നാസ്ഡാക്കിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയുടെ പേരെന്താണ്? ഇൻഫോസിസ് എന്നാണ്. ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയുടെ പേര് ഇൻഫോസിസ് എന്നാണ്. നാസ്ഡാക്കിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയുടെ പേര് ഇൻഫോസിസ് എന്നാണ്. നാസ്ഡാക്കിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ കമ്പനിയാണ് ഇൻഫോസിസ്. ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ ആസ്ഥാനം നമുക്കറിയാം, അതാണ് ഷാങ്ഹായ് എന്ന് പറയുന്നത്. അപ്പോൾ ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ ആസ്ഥാനത്തിനെയാണ് ഷാങ്ഹായ് എന്ന് പേരിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഓഹരി വിപണിയിലെ ഓഹരികളുടെ ഉയർച്ച താഴ്ചകളെ വിശേഷിപ്പിക്കുന്ന പദങ്ങളുണ്ട്, അല്ലേ? ഓഹരി വിപണിയിലെ ഓഹരികളുടെ ഉയർച്ച താഴ്ചകളെ വിശേഷിപ്പിക്കുന്ന പദങ്ങളുണ്ട്. അവയാണ് ബുൾ എന്നും ബിയർ എന്നും അറിയപ്പെടുന്നത്. അപ്പോൾ ബുൾ എന്താണ്, ബിയർ എന്താണ് എന്ന് ചോദിച്ചാൽ ഓഹരി വിപണിയിലെ ഓഹരികളുടെ ഉയർച്ച താഴ്ചകളെ വിശേഷിപ്പിക്കുന്ന പദങ്ങളെയാണ് ബുൾ ആൻഡ് ബിയർ അഥവാ കാളയും കരടിയും എന്ന് പേരിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്.
ഇനിയോ ഓഹരി വിപണിയിലെ സൂചിക ഇടിയുന്ന അവസ്ഥയുണ്ട്. ഓഹരി വിപണിയിലെ സൂചിക ഇടിയുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബിയർ മാർക്കറ്റ് അഥവാ കരടി മാർക്കറ്റിൽ പിടിമുറുക്കി. കരടി എന്ന് വെച്ചാൽ മുകളിലുള്ളതിനെ പിടിച്ച് താഴേക്ക് കൊണ്ടുവരുന്നവനാണ്. അതുകൊണ്ട് ഓഹരി വിപണിയിലെ സൂചിക ഇടിയുന്ന അവസ്ഥയാണ് ബിയർ മാർക്കറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രസിഡൻ്റായിട്ട് നിയമിതയായിട്ടുള്ള ആദ്യത്തെ വനിതയുണ്ട്. അവരുടെ പേരാണ് സ്റ്റേസി കണ്ണിങ്ഹാം എന്നാണ് പേര്, അല്ലേ? ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രസിഡൻ്റായി നിയമിതയായ ആദ്യത്തെ വനിതയുടെ പേരാണ് സ്റ്റേസി കണ്ണിങ്ഹാം എന്നാണ് പേര്. അതേപോലെ ഓഹരി വിപണിയിലെ സൂചിക ഉയരുന്ന അവസ്ഥയുണ്ട്. ഓഹരി വിപണിയിലെ സൂചിക ഉയരുന്ന അവസ്ഥയുടെ പേരാണ് ബുൾ മാർക്കറ്റ് എന്നാണ് പറയുന്നത്. ബുൾ മാർക്കറ്റ്, അല്ലേ? ഓഹരി വിപണിയിലെ സൂചിക ഉയരുന്ന അവസ്ഥയാണ് ബുൾ മാർക്കറ്റ്. ഓഹരി വിപണിയിലെ സൂചിക ഉയരുന്ന അവസ്ഥയെ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബുൾ മാർക്കറ്റ് എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. ഓഹരി വിപണികളിലെ ഗവൺമെൻറ് ഓഹരികൾ അറിയപ്പെടുന്ന പേരാണ് ഗിൽഡ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഓഹരി എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഗിൽഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓഹരി വിപണികളിലെ ഗവൺമെൻറ്റിൻ്റെ ഓഹരികൾ അറിയപ്പെടുന്ന പേരാണ് ഗിൽഡ്. വില കൂടിയ ഓഹരികൾ അറിയപ്പെടുന്ന പേരാണ് ബ്ലൂ ചിപ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, അല്ലേ? വില കൂടിയ ഓഹരികൾ അറിയപ്പെടുന്ന പേരാണ് ബ്ലൂ ചിപ്പ്. അപ്പോൾ വില കൂടിയ ഓഹരികൾ അറിയപ്പെടുന്ന പേര് എന്ത് എന്ന് ചോദിച്ചാൽ അത് ബ്ലൂ ചിപ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിമിറ്റഡ് ഉണ്ട്, അല്ലേ? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിമിറ്റഡ്. ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിമിറ്റഡിനെ പറ്റിയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. 1875 ഇത് സ്ഥാപിതമായത്, അല്ലേ? 1875 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായത്. 1875 ഇത് സ്ഥാപിച്ചത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? എന്താണ്? ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ഇത്. അപ്പോൾ ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് 1875 സ്ഥാപിച്ച ഏത്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന സ്ഥാപനം, അല്ലേ? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1875 സ്ഥാപിക്കപ്പെട്ടത്. ഇത് BSE ലിമിറ്റഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ BSE ലിമിറ്റഡ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ BSE ലിമിറ്റഡ് എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. 1956 സെക്യൂരിറ്റീസ് കോൺട്രാക്റ്റ് ആക്ട് അനുസരിച്ചാണ് ഈ എക്സ്ചേഞ്ചിന് അംഗീകാരം നൽകപ്പെട്ടത്. അപ്പോൾ 1956 സെക്യൂരിറ്റീസ് കോൺട്രാക്റ്റ് ആക്ട് അനുസരിച്ചാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് അംഗീകാരം ലഭിക്കപ്പെട്ടത്. BSE ലിമിറ്റഡ് എന്നാണ് ഇതറിയപ്പെടുന്നതെങ്കിലും 1857 ദ നേറ്റീവ് ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ എന്ന പേരിലാണ് സ്ഥാപിച്ചത്. അപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിമിറ്റഡ് എന്ന് അറിയപ്പെടുന്നുണ്ടെങ്കിലും ഇത് സ്ഥാപിച്ചത് 1857 ദ നേറ്റീവ് ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ എന്ന പേരിലാണ് ഇത് സ്ഥാപിച്ചത്. ദ നേറ്റീവ് ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ എന്ന പേരിലാണ് ഇത് സ്ഥാപിച്ചത്. ഇനിയോ BSEയുടെ ലക്ഷ്യങ്ങളുണ്ടല്ലോ. BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ലക്ഷ്യങ്ങൾ: 1 ഇക്വിറ്റി ഓഹരികൾ, അല്ലെ? ഇക്വിറ്റി ഓഹരികൾ. 2 ഡിബഞ്ചറുകൾ, അല്ലെ? ഇക്വിറ്റി ഓഹരികളുണ്ട്, ഡിബഞ്ചറുകളുണ്ട്. 3 വായ്പാ പ്രമാണങ്ങൾ, അല്ലെ? വായ്പാ പ്രമാണങ്ങളുണ്ട്. 4 ഡെറിവേറ്റീവുകളുണ്ട്, അല്ലെ? ഡെറിവേറ്റീവുകൾ. അടുത്ത മ്യൂച്വൽ ഫണ്ടുകളുണ്ട് തുടങ്ങിയ സെക്യൂരിറ്റികളുടെ വിപണനത്തിനായിട്ട് കാര്യക്ഷമവും സുതാര്യവുമായിട്ടുള്ള വിപണിയെ പ്രദാനം ചെയ്യുക. അതാണ് ലക്ഷ്യം. അതായത് ഇക്വിറ്റി ഓഹരികൾ, ഡിബഞ്ചറുകൾ, വായ്പാ പ്രമാണങ്ങൾ, ഡെറിവേറ്റീവുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയ സെക്യൂരിറ്റികളുടെ വിപണനത്തിനായിട്ട് കാര്യക്ഷമവും സുതാര്യവുമായ വിപണി പ്രദാനം ചെയ്യുക. പിന്നെയോ ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങൾ ഉണ്ട്, അല്ലെ? ചെറുകിട ഇടത്തര സ്ഥാപനങ്ങളുടെ ഇക്വിറ്റികൾക്ക് വ്യാപാരത്തിനുള്ള വേദി ലഭ്യമാക്കുക. അപ്പോൾ ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളുടെ ഇക്വിറ്റികൾക്ക് വ്യാപാരത്തിനുള്ള വേദി ലഭ്യമാക്കുക എന്നൊരു ദൗത്യവും ഇവിടെയുണ്ട്. പിന്നെയോ സജീവമായ വ്യാപാരം ഉറപ്പുവരുത്തുക, അതും ലക്ഷ്യമാണ്. ഇലക്ട്രോണിക്കായി കാണിക്കുന്ന എക്സ്ചേഞ്ച് പ്രവർത്തനങ്ങളിൽ കൂടി വിപണിയുടെ സമഗ്രത സംരക്ഷിക്കുക. അപ്പോൾ ഇലക്ട്രോണിക് ആക്ടിവിറ്റികളാണ് ഇവിടെ ഉള്ളത് എന്നും കൂടി മനസ്സിലാക്കുക. മൂലധന വിപണിയിലെ പങ്കാളികൾക്ക് നഷ്ടസാധ്യത കൈകാര്യം ചെയ്യൽ, ക്ലിയറിങ്, കണക്ക് തീർക്കൽ, വിപണിയിലെ തത്വങ്ങൾ, ബോധവൽക്കരണം തുടങ്ങിയ സേവനങ്ങൾ നൽകുക. മൂലധന വിപണിയിലെ പങ്കാളികൾക്ക് നഷ്ടസാധ്യത കൈകാര്യം ചെയ്യൽ, ക്ലിയറിങ്, കണക്ക് തീർക്കൽ, വിപണിയിലെ തത്വങ്ങൾ, ബോധവൽക്കരണം തുടങ്ങിയ സേവനങ്ങൾ പ്രദാനം ചെയ്യുക. അന്തർദേശീയ നിലവാരം ഉറപ്പിക്കുക. രാജ്യമെമ്പാട് നിന്നും പുറത്തുനിന്നുമുള്ള 5000-ഓളം കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിപണി മൂലധനവൽക്കരണമുള്ളത്, അല്ലേ? ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിപണി മൂലധനവൽക്കരണമുള്ളത് ആർക്കാണ്?
ഈ പറയുന്ന 5000-ഓളം കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള BSEക്കാണ് ഈ പറയുന്ന ഏതുള്ളത് ഏറ്റവും കൂടുതൽ വിപണി മൂലധനവൽക്കരണമുള്ളത്. അതേപോലെ BSE സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ദലാൽ സ്ട്രീറ്റിലാണ്. അപ്പോൾ ദലാൽ സ്ട്രീറ്റിലാണ് BSE സ്ഥിതി ചെയ്യുന്നത്. ദലാൽ സ്ട്രീറ്റിലാണ്, മുംബൈയിലാണ്. സെൻസെക്സ് എന്നതാണ് BSE ഓഹരി സൂചിക അറിയപ്പെടുന്നത്. അപ്പോൾ BSE ഓഹരി സൂചിക അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? സെൻസെക്സ് എന്ന പേരിലാണ് BSE ഓഹരി സൂചിക അറിയപ്പെടുന്നത്. നിക്ഷേപകർക്ക് സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ കുറിച്ചുള്ള അടിസ്ഥാന അറിവുകൾ ലഭ്യമാക്കുക, വിപണിയിലെ വ്യവഹാരങ്ങൾ വളരെ വേഗത്തിൽ നടത്താനുമായിട്ട് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്. അതിൻ്റെ പേരാണ് സാഥി എന്നാണ് പേര്. സാഥി. അതായത് നിക്ഷേപകർക്ക് സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ കുറിച്ചുള്ള അടിസ്ഥാന അറിവുകൾ ലഭ്യമാക്കാനും വിപണിയിലെ വ്യവഹാരങ്ങൾ വളരെ വേഗത്തിൽ നടത്താനുമായിട്ട് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് സാഥി എന്ന് പറയുന്നത്. ഓഹരി വിപണിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ നിക്ഷേപകരിൽ എത്തിക്കുന്നതിനായി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആരംഭിച്ച ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ അധിഷ്ഠിതമായ ചാറ്റ് ബോട്ടുണ്ട്. അതിൻ്റെ പേരാണ് ആസ്ക് മോട്ടാഭായ് എന്നാണ് പേര്. ആസ്ക് മോട്ടാഭായ്. എന്താണ് ആസ്ക് മോട്ടാഭായ്? ഓഹരി വിപണിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ നിക്ഷേപകരിൽ എത്തിക്കുന്നതിനായിട്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആരംഭിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ അധിഷ്ഠിതമായ ചാറ്റ് ബോട്ട് സംവിധാനമാണ് ആസ്ക് മോട്ടാഭായ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ ഓഹരി വിപണി മൂല്യത്തെ അടിസ്ഥാനമാക്കിയാണ് സെൻസെക്സ് നിശ്ചയിക്കുന്നത്. അപ്പോൾ സെൻസെക്സ് നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ ഓഹരികളുടെ വിപണി മൂല്യത്തെ അടിസ്ഥാനമാക്കിയാണ് സെൻസെക്സ് നിശ്ചയിക്കുന്നത്. സെൻസിറ്റീവ് ഇൻഡെക്സ് എന്നുള്ളതാണ് സെൻസെക്സിൻ്റെ പൂർണ്ണരൂപം. അപ്പോൾ സെൻസെക്സിൻ്റെ പൂർണ്ണരൂപം എന്ന് വെച്ചാൽ സെൻസിറ്റീവ് ഇൻഡെക്സ് എന്നാണ്. സെൻസെക്സ് എന്ന വാക്ക് മുന്നോട്ട് വെച്ചൊരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ദീപക് മൊഹാനി എന്നാണ്. സെൻസെക്സ് എന്ന പദം മുന്നോട്ട് വെച്ച വ്യക്തിയുടെ പേര് ദീപക് മൊഹാനി എന്നുള്ളതാണ്. അതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ്റെ ഡെസിഗ്നേറ്റഡ് ഓഫ്ഷോർ സെക്യൂരിറ്റീസ് മാർക്കറ്റ് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ എക്സ്ചേഞ്ചാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ്റെ ഡെസിഗ്നേറ്റഡ് ഓഫ്ഷോർ സെക്യൂരിറ്റീസ് മാർക്കറ്റ് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പേരാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി 2022 ഏഷ്യയിലെ ആദ്യ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് നിലവിൽ വരുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ 2022 ഏഷ്യയിലെ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് നിലവിൽ വന്നത് ഇന്ത്യയിലാണ്. ഇനി അതേപോലെ നമുക്ക് ഇന്ത്യ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇന്ത്യ INX ഉണ്ട്. ഇന്ത്യ INX. അപ്പോൾ എന്താണ് ഇന്ത്യ INX എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. BSEയുടെ അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ BSEയുടെ അനുബന്ധ സ്ഥാപനമാണ് അല്ലെങ്കിൽ അനുബന്ധ സ്ഥാപനമായ ഓഹരി വിപണിയാണ് ഇന്ത്യ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. BSEയുടെ അനുബന്ധ സ്ഥാപനമായ ഓഹരി വിപണിയാണ് ഇന്ത്യ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2017 നിലവിൽ വന്ന ഇന്ത്യ ഇൻഡെക്സ് എന്നറിയപ്പെടുന്ന ഇന്ത്യ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് അതായത് 2017 നിലവിൽ വന്നത്. ഇന്ത്യ ഇൻഡെക്സ് എന്നാണ് പേര്. ഇത് ഇന്ത്യ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചാണ് ഇന്ത്യ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച്. ഗുജറാത്തിലെ ഗാന്ധിനഗറിലെ ഗിഫ്റ്റ് സിറ്റിയിലാണ് ഇന്ത്യ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ ഗാന്ധിനഗറിലെ ഗിഫ്റ്റ് സിറ്റിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. ഗുജറാത്തിലെ ഗാന്ധിനഗറിലെ ഗിഫ്റ്റ് സിറ്റിയിലാണ് ഇന്ത്യ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്നത്. DS പ്രഭുദാസ് ആൻഡ് കമ്പനി അല്ലേ. DS പ്രഭുദാസ് ആൻഡ് കമ്പനിയാണ് BSEയിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ കമ്പനി. അപ്പോൾ DS പ്രഭുദാസ് ആൻഡ് കമ്പനിയുടെ പ്രത്യേകത എന്താണ്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ കമ്പനിയുടെ പേരാണ് DS പ്രഭുദാസ് ആൻഡ് കമ്പനി. ഇനി BSE നമ്മൾ നോക്കിയാലോ. ആദ്യത്തെ ഇൻഡിപെൻഡൻറ്റ് വുമൺ ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചാൽ അത് ജയശ്രീ വ്യാസ് എന്ന് പറയുന്ന സ്ത്രീയാണ് അല്ലേ. അപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ആദ്യത്തെ ഇൻഡിപെൻഡൻറ്റ് വുമൺ ഡയറക്ടറുടെ പേരാണ് ജയശ്രീ വ്യാസ്. ഇനി നമുക്ക് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ച് കുറച്ച് വിവരങ്ങളൊന്നും അറിയാനായിട്ട് ശ്രമിക്കാം അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. NSE എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നറിയപ്പെടുന്ന NSE. 1992 ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ട ഈ സ്ഥാപനം
1993 ഏപ്രിലിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചായിട്ട് അംഗീകരിക്കപ്പെടുകയാണ്. 1992 ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ട ഈ സ്ഥാപനം 1993 ഏപ്രിലാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചായിട്ട് അംഗീകരിക്കപ്പെട്ടത്. NSEയുടെ ആസ്ഥാനമാണ് മുംബൈ. അപ്പോൾ NSEയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ്. NSEയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. NSEയുടെ ഓഹരി സൂചിക അറിയപ്പെടുന്നത് നിഫ്റ്റി എന്ന പേരിലാണ്. അപ്പോൾ NSEയുടെ ഓഹരി സൂചിക അറിയപ്പെടുന്നത് നിഫ്റ്റി എന്ന പേരിലാണ്. നിഫ്റ്റിക്ക് രൂപം നൽകിയ സാമ്പത്തിക വിദഗ്ധർ ആരെല്ലാമാണ്? അത് അജയ് ഷായുണ്ട്, സൂസൻ തോമസും ഉണ്ട്. നിഫ്റ്റിക്ക് രൂപം നൽകിയ സാമ്പത്തിക വിദഗ്ധരുടെ പേരാണ് അജയ് ഷാ എന്നും സൂസൻ തോമസും. അല്ലേ? നിഫ്റ്റിക്ക് രൂപം നൽകിയ സാമ്പത്തിക വിദഗ്ധരാണ് അജയ് ഷായും സൂസൻ തോമസും. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ നോളജ് ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വരുന്ന അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ നോളജ് ഹബ്ബ് നിലവിൽ വരുന്നത് ന്യൂഡൽഹിയിലാണ്. NSEയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണ്? അത് ഫർവാനി കമ്മിറ്റിയാണ്. അല്ലേ? NSEയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ പേരാണ് ഫർവാനി കമ്മിറ്റി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ പേരാണ് ഫർവാനി കമ്മിറ്റി. NSEയുടെ നിലവിലെ ചെയർമാൻ്റെ പേരാണ് ഗിരീഷ് ചന്ദ്ര ചതുർവേദി. ഇപ്പോൾ ഇദ്ദേഹം മാറിക്കാണാൻ ചാൻസ് ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേര് എന്തായാലും നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കുക. ഈ പറയുന്ന ഗിരീഷ് ചന്ദ്ര ചതുർവേദി ആണോ എന്ന് കൂടി നോക്കിയേക്കുക. മാറിക്കാണുവാനായിട്ട് ചാൻസ് വളരെ വളരെ കൂടുതലാണ്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ ഈ പറയുന്ന NSEയുടെ നിലവിലെ ചെയർമാൻ്റെ പേരിൽ മാറ്റമുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടൊന്ന് അപ്ഡേറ്റ് ചെയ്തേക്കുക. അതേപോലെ റാലി എന്നൊരു പദമുണ്ട്. എന്താണ് റാലി എന്ന പദം എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ല, റാലി എന്ന പദം എന്താണ്? സെൻസെക്സിലോ നിഫ്റ്റിയിലോ ഒരു ദിവസം ഉണ്ടാകുന്ന നേട്ടത്തെ കുറിക്കുന്ന പദത്തിനെയാണ് നമ്മൾ റാലി എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ സെൻസെക്സിലോ നിഫ്റ്റിയിലോ ഒരു ദിവസം ഉണ്ടാകുന്ന നേട്ടത്തെ കുറിക്കുന്ന പദത്തിനെയാണ് റാലി എന്ന് പറയുന്നത്. മാർക്കറ്റ് റാലി എന്ന പദം എന്താണ്? മാർക്കറ്റ് റാലി എന്നുള്ള പദം മറ്റൊന്നുമല്ല, വിപണിയിൽ തുടർച്ചയായി നേട്ടങ്ങളുണ്ടാകുന്ന സാഹചര്യത്തെയാണ് മാർക്കറ്റ് റാലി എന്ന് പറയുന്നത്. അപ്പോൾ വിപണിയിൽ തുടർച്ചയായി നേട്ടങ്ങളുണ്ടാകുന്ന സാഹചര്യത്തെയാണ് മാർക്കറ്റ് റാലി എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പേരെന്താണ്? കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അല്ലേ? കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നതാണ് കേരളത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പേര്. ഇത് നിലവിൽ വന്നത് 1978 ഇത് നിലവിൽ വന്നത്. അപ്പോൾ 1978 കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത്. കൊച്ചിൻ ഓൺലൈൻ ട്രേഡിംഗ് നിലവിൽ വന്നതെന്നാണ്? കൊച്ചിൻ ഓൺലൈൻ ട്രേഡിംഗ് നിലവിൽ വന്നത്, കമ്പ്യൂട്ടറൈസ്ഡ് ട്രേഡിംഗ് നിലവിൽ വന്നത് 1977 കൊച്ചിയിൽ ഓൺലൈൻ ട്രേഡിംഗ് അഥവാ കമ്പ്യൂട്ടറൈസ്ഡ് ട്രേഡിംഗ് നിലവിൽ വന്നത്. ഇനി നമുക്ക് സെബി എന്ന് പറഞ്ഞ സ്ഥാപനത്തെക്കുറിച്ച് നോക്കാം. എന്താണ് സെബി? സെബിയെ നമുക്കറിയാം അല്ലേ? സെക്യൂരിറ്റി വിപണിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക്, അല്ലേ? സെക്യൂരിറ്റി വിപണിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക്, നിക്ഷേപകരുടെ സംരക്ഷണത്തിന്, അല്ലേ? സെക്യൂരിറ്റി വിപണിയിലെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും നിക്ഷേപകരുടെ സംരക്ഷണത്തിനുമായിട്ട് ഒരിടക്കാല ഭരണനിർവഹണ സമിതി എന്ന നിലയിലാണ് 1988 ഏപ്രിൽ 12 കേന്ദ്ര സർക്കാർ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത്. അപ്പോൾ സെബി സ്ഥാപിക്കപ്പെട്ടത് 1988 ഏപ്രിൽ മാസം 12 സെബി സ്ഥാപിക്കപ്പെട്ടത്. സെബി സ്ഥാപിച്ചത് കേന്ദ്ര സർക്കാരിനാൽ ആണ്. എന്തായിരുന്നു ഉദ്ദേശ ലക്ഷ്യങ്ങളെന്ന് ചോദിച്ചാൽ സെക്യൂരിറ്റി വിപണിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും നിക്ഷേപകരുടെ സംരക്ഷണത്തിനുമായിട്ട് ഒരിടക്കാല ഭരണനിർവഹണ സമിതി എന്ന നിലയിലാണ് 1988 ഏപ്രിൽ 12 സെബി എന്ന് പറയുന്ന സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. 1992 ജനുവരി 30 ഒരു ഓർഡിനൻസിലൂടെ എന്ത് ചെയ്തു? സെബിക്ക് സ്വയംഭരണ പദവി കൊടുത്തു. അപ്പോൾ സ്വയംഭരണ പദവിയുള്ളൊരു സ്ഥാപനമാണ് സെബി എന്നും 1992 ജനുവരി മാസം 30 ഇത് രൂപീകരിക്കപ്പെട്ടത് എന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ളൊരു ഓർഡിനൻസ് വന്നു കഴിഞ്ഞപ്പോൾ അതിന് പകരമായിട്ട് പിന്നീട് എന്ത് ചെയ്യുകയാണ്? ഒരു ആക്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ പ്രസ്തുത ഓർഡിനൻസിന് പകരമായിട്ട് പിന്നീട് പാർലമെൻറ്റിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന പേരിൽ ഒരു ചട്ടം കൊണ്ടുവരികയാണ് അല്ലേ? ആ ചട്ടത്തിൻ്റെ പേര് എന്താണ്? അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് 1992 എന്ന പേരിൽ ഒരു ചട്ടം കൊണ്ടുവരികയാണ്. GS പട്ടേൽ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സെബി നിലവിൽ വരുന്നത്. അപ്പോൾ സെബി നിലവിൽ വന്നത് എപ്രകാരമാണെന്ന് ചോദിച്ചാൽ GS പട്ടേൽ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സെബി നിലവിൽ വന്നത്. അപ്പോൾ GS പട്ടേൽ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സെബി നിലവിൽ വരുന്നത്. സെബിക്ക് കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. എന്താണ് സെബിയുടെ ലക്ഷ്യങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ? സെബിയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെയും സെക്യൂരിറ്റി വ്യവസായത്തിൻ്റെയും സുഗമമായ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ക്രമീകരണങ്ങൾ നടത്തുക.
അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെയും സെക്യൂരിറ്റി വ്യവസായത്തിൻ്റെയും സുഗമമായ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ക്രമീകരണങ്ങൾ നടത്തുക. നിക്ഷേപകരുടെ, പ്രത്യേകിച്ച് വ്യക്തിഗത നിക്ഷേപകരുടെ അവകാശങ്ങളും താൽപ്പര്യങ്ങളും സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങളും ബോധവൽക്കരണങ്ങളും നടത്തുകയും ചെയ്യുക. അപ്പോൾ പ്രത്യേകിച്ച് വ്യക്തിഗത നിക്ഷേപകരുടെ അവകാശങ്ങളും താൽപ്പര്യങ്ങളും സംരക്ഷിക്കുകയും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും ബോധവൽക്കരണങ്ങളും നടത്തുകയും ചെയ്യുക എന്നതും സെബിയുടെ കടമയാണ്. വ്യാപാരപരമായിട്ടുള്ള അഴിമതികൾ തടയണം. വ്യാപാരപരമായിട്ടുള്ള അഴിമതികൾ തടയുക, സെക്യൂരിറ്റി വ്യവസായങ്ങളുടെ സ്വയം നിയന്ത്രണവും അതിൻ്റെ നിയമപരമായ നിയന്ത്രണവും തമ്മിലൊരു സന്തുലനാവസ്ഥ സൃഷ്ടിക്കുക, ഇതും സെബിയുടെ കടമയാണ്. അപ്പോൾ വ്യാപാരപരമായിട്ടുള്ള അഴിമതികളെ തടയുകയും സെക്യൂരിറ്റി വ്യവസായങ്ങളുടെ സ്വയം നിയന്ത്രണവും അതിൻ്റെ നിയമപരമായ നിയന്ത്രണവും തമ്മിലൊരു സന്തുലനാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നുള്ളത് സെബിയുടെ കടമയാണ്. ദല്ലാളുകൾ, മർച്ചൻ്റ് ബാങ്കർമാർ തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം. അപ്പോൾ ദല്ലാളുകൾ, മർച്ചൻ്റ് ബാങ്കർമാർ തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും വേണം. അതേപോലെ മത്സരക്ഷമതയുള്ളവരും പ്രൊഫഷണലുമാക്കുവാനായിട്ട് ഉതകുന്ന രീതിയിൽ ഒരു പെരുമാറ്റച്ചട്ടവും നീതിയുക്തമായിട്ടുള്ള പ്രവർത്തന രീതികൾ എന്ത് ചെയ്യുക? വികസിപ്പിക്കുക. അപ്പോൾ അവരെ മത്സരക്ഷമതയുള്ളവരാക്കാനും പ്രൊഫഷണലുമാക്കാനും ഉതകുന്ന രീതിയിൽ ഒരു പെരുമാറ്റച്ചട്ടവും നീതിയുക്തമായ പ്രവർത്തന രീതികളും എന്ത് ചെയ്യേണ്ടി വരും? വികസിപ്പിക്കേണ്ടതായിട്ട് വരും. ഇത് നമുക്ക് സെബിയുടെ ധർമ്മങ്ങൾ എന്തെല്ലാം എന്ന് ഒന്ന് നോക്കിയേക്കാം. അല്ലേ, സെബിക്ക് കുറച്ച് ധർമ്മങ്ങളുണ്ടെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ സെബിയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തെല്ലാം എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അല്ലേ, സെബിക്ക് ധർമ്മങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് നിയന്ത്രണാത്മക ധർമ്മങ്ങൾ എന്ന് പറയുന്നതാണ്. അല്ലേ, നിയന്ത്രണാത്മക ധർമ്മങ്ങൾ, റെഗുലേറ്ററി ഫങ്ഷൻസ് എന്നാണ് ഒന്നാമത്തേത് പറയുന്നത്. അപ്പം നിയന്ത്രണാത്മക ധർമ്മങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? റെഗുലേറ്ററി ഫങ്ഷൻസ്. ദല്ലാൽമാരുടെയും ഉപദല്ലാൽമാരുടെയും വിപണിയിൽ ഇടപെടുന്ന മറ്റാൾക്കാരുടെയും രജിസ്ട്രേഷൻ. അപ്പോൾ വിപണിയിൽ ഇടപെടുന്ന ആളുകളുടെ എല്ലാവരുടെയും രജിസ്ട്രേഷനുകൾ നടത്തുക എന്നുള്ളത് സെബിയുടെ ഒന്നാമത്തെ കടമയാണ്. ഇനി അടുത്ത കടമ എന്താണ്? കൂട്ടായ നിക്ഷേപ പദ്ധതികളിലൂടെയും മ്യൂച്വൽ ഫണ്ടുകളുടെയും രജിസ്ട്രേഷൻ. കൂട്ടായ നിക്ഷേപ പദ്ധതികളുടെയും മ്യൂച്വൽ ഫണ്ടുകളുടെയും രജിസ്ട്രേഷൻ. ഇനി മൂന്നാമത്തെ നോക്കാം. എന്താണ് മൂന്നാമത്തേത്? ഓഹരി ദല്ലാളന്മാർ, പോർട്ട്ഫോളിയോ എക്സ്ചേഞ്ചുകൾ, അണ്ടർ റൈറ്റർമാർ, മർച്ചൻ്റ് ബാങ്കർമാർ എന്നിവരെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും മറ്റ് ഓഹരി വിപണികളിലും നടക്കുന്ന ബിസിനസ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക. ഓഹരി ദല്ലാളന്മാർ, പോർട്ട്ഫോളിയോ എക്സ്ചേഞ്ചുകൾ, അണ്ടർ റൈറ്റർമാർ, മർച്ചൻ്റ് ബാങ്കർമാർ എന്നിവരെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും മറ്റ് ഓഹരി വിപണികളിലും നടക്കുന്ന ബിസിനസ് പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യേണ്ടി വരും? നിയന്ത്രിക്കേണ്ടതായിട്ട് വരും. ആ ചുമതല നിർവഹിക്കുന്നത് ഇവരാണ്. ഇനി അതേപോലെ കമ്പനികളെ ഏറ്റെടുക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ എന്ത് ചെയ്യുക? നിയന്ത്രിക്കുക. അപ്പോൾ കമ്പനികളെ ഏറ്റെടുക്കാനായിട്ട് നടത്തുന്ന ശ്രമങ്ങളെ നിയന്ത്രിക്കേണ്ടതായിട്ടും വരുന്നുണ്ട്. പിന്നെയോ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലും മറ്റ് ഇടനിലക്കാരിലും എന്ത് ചെയ്യേണ്ടി വരും? പരിശോധനകളും അന്വേഷണങ്ങളും കണക്ക് പരിശോധനയും നടത്തി പ്രസക്തമായ വിവരങ്ങൾ ആവശ്യപ്പെടുക. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലും മറ്റ് ഇടനിലക്കാരിലും പരിശോധനകളും അന്വേഷണങ്ങളും കണക്ക് പരിശോധനയും നടത്തി പ്രസക്തമായ വിവരങ്ങൾ ആവശ്യപ്പെടുക എന്നത് ഇവരുടെ ഒരു കടമയാണ്. പിന്നെയോ ഈ ചട്ടം നടപ്പിലാക്കുന്നതിനാവശ്യമായ ഫീസ്, മറ്റ് ചാർജുകളും ഇവരിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ചട്ടം നടപ്പിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫീസും മറ്റ് ചാർജുകളും ഒക്കെ ഇവരിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. പിന്നെയോ 1956 സെക്യൂരിറ്റി കരാർ ചട്ടമനുസരിച്ച് കേന്ദ്ര സർക്കാർ കാലാനുസൃതമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന മറ്റ് അധികാരങ്ങളും ചുമതലകളും അനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്നതും ഈ പറയുന്ന സെബിയുടെ ധർമ്മം തന്നെയാണ്. ഇനി അടുത്ത ധർമ്മം എന്താണെന്ന് നോക്കാം. അല്ലേ, സെബിക്ക് വികസനാത്മകമായ ധർമ്മങ്ങളുണ്ട്, അതായത് ഡെവലപ്മെൻറ്റൽ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ സെബിയുടെ ഡെവലപ്മെൻറ്റൽ ഫങ്ഷൻസ് എന്ത് എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ല, വികസനാത്മക ധർമ്മങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സെബിയുടെ വികസനാത്മക ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? വികസനാത്മക ധർമ്മങ്ങൾ, സെബിയുടെ വികസനാത്മക ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? സെക്യൂരിറ്റി വിപണിയിൽ ഇടനിലക്കാർക്ക് വേണ്ട പരിശീലനം നൽകുക. സെക്യൂരിറ്റി വിപണിയിലെ ഇടനിലക്കാർക്ക് വേണ്ട പരിശീലനം നൽകുക എന്നുള്ളത് ഒന്നാമത്തെ കടമയാണ്. അപ്പോൾ സെക്യൂരിറ്റി വിപണിയിലെ ഇടനിലക്കാർക്ക് വേണ്ടുന്ന പരിശീലനം നൽകുക, ഗവേഷണങ്ങൾ നടത്തുക, എല്ലാ വിപണി പങ്കാളികൾക്കും ഉപകാരപ്രദമായ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക. അപ്പോൾ ഗവേഷണങ്ങൾ നടത്തുക, എല്ലാ വിപണി പങ്കാളികൾക്കും ഉപകാരപ്രദമായ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക, ഒരു അയവുള്ള സമീപന രീതി സ്വീകരിച്ചുകൊണ്ട് മൂലധന വിപണിയെ വികസിപ്പിക്കുന്നതിന് വേണ്ട നടപടികൾ എടുക്കുക. അതായത് കൂടുതൽ കടുംപിടുത്തങ്ങളില്ലാത്ത ഒരു അയഞ്ഞ മട്ടിലുള്ള സമീപനം രൂപീകരിക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അതേപോലെ സംരക്ഷണാത്മകമായ ധർമ്മങ്ങളുണ്ട്. അപ്പോൾ സെബിയുടെ ധർമ്മങ്ങൾ സംരക്ഷണാത്മകമായ ധർമ്മങ്ങളുണ്ട്, വികസനാത്മകമായ ധർമ്മങ്ങളുണ്ട്. അതേപോലെ നമ്മളിവിടെ പറഞ്ഞ എന്താണ് സെബിയുടെ അടുത്ത ധർമ്മങ്ങൾ? നിയന്ത്രണാത്മകം, റെഗുലേറ്ററി ഫങ്ഷൻസ് എന്ന് പറയുന്ന നിയന്ത്രണാത്മക ധർമ്മങ്ങൾ സെബിയുടെ ധർമ്മമാണ്. അല്ലേ, അതേപോലെ അടുത്ത ധർമ്മം ഏതാണ്? ഡെവലപ്മെൻറ്റൽ ഫങ്ഷൻസ് അഥവാ വികസനാത്മക ധർമ്മങ്ങൾ. അതേപോലെ വീണ്ടും നോക്കിയാലോ സംരക്ഷണാത്മക ധർമ്മങ്ങൾ എന്ന് വെച്ചാൽ പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ്
സംരക്ഷണാത്മക ധർമ്മങ്ങളെന്ന് പറയും. ഇനിയോ, തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകൾ നടത്തുക, അല്ലേ? അതായത് സംരക്ഷണാത്മക ധർമ്മങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ പഠിക്കുന്നത് തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകൾ നടത്തുക, തിരിമറികൾ നടത്തുക, അന്യായമായ നിലയിലേക്ക് വിലകൾ ഉയർത്തുക തുടങ്ങിയ കപടമായതും നീതിയുക്തമല്ലാത്തതുമായിട്ടുള്ള വ്യാപാരശീലങ്ങളെ തടയണം. തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകൾ നടത്തുക, തിരിമറികൾ നടത്തുക, അന്യായമായ നിലയിലേക്ക് വിലകൾ ഉയർത്തുക തുടങ്ങിയ കപടമായതും നീതിയുക്തമല്ലാത്തതുമായ വ്യാപാരശീലങ്ങളെ തടയുക എന്ന് പറയുന്ന ഒന്നാമത്തെ കടമയാണ്. ഇനിയോ, അകത്തുള്ളവരുടെ വ്യാപാരം അഥവാ ഇൻസൈഡർ വ്യാപാരം. അപ്പോൾ ഇൻസൈഡർ വ്യാപാരം എന്ത് എന്നാണ് നമ്മൾ നോക്കുന്നത്, അല്ലേ? ഇൻസൈഡർ വ്യാപാരം എന്താണ്? അകത്തുള്ളവരുടെ വ്യാപാരം എന്നാണ് ഇൻസൈഡർ വ്യാപാരം അറിയപ്പെടുന്നത്. അപ്പോൾ അകത്തുള്ളവരുടെ വ്യാപാരം അഥവാ ഇൻസൈഡർ വ്യാപാരം, സ്ഥാപനത്തിലെ പ്രധാന വിവരങ്ങൾ ആദ്യം അറിയാൻ കഴിയുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇൻസൈഡർമാരെന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ സ്ഥാപനത്തിലെ പ്രധാന വിവരങ്ങൾ ആദ്യം അറിയാൻ കഴിയുന്നവരാണ് ആര്? ഇൻസൈഡർമാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നിയന്ത്രിക്കേണ്ടി വരും. അത്തരത്തിൽ നിയന്ത്രിക്കുക മാത്രമല്ല, കടുത്ത ശിക്ഷകൾ പോലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ചുമത്തേണ്ടതായ സാഹചര്യവും വരും. പിന്നെയോ, നിക്ഷേപക സംരക്ഷണത്തിനുള്ള നടപടികൾ സ്വീകരിക്കണം, അല്ല? നിക്ഷേപക സംരക്ഷണത്തിനുള്ള നടപടികളെ സ്വീകരിക്കുകയും വേണം. പിന്നെയോ, സെക്യൂരിറ്റി വിപണിയിൽ നീതിയുക്തമായ പ്രവർത്തന രീതികളും പെരുമാറ്റച്ചട്ടങ്ങളും പ്രോത്സാഹിപ്പിക്കുകയും വേണം, അല്ലേ? സെക്യൂരിറ്റി വിപണിയിൽ നീതിയുക്തമായ പ്രവർത്തന രീതികളും പെരുമാറ്റച്ചട്ടങ്ങളും പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഇവിടെയുണ്ട്. അപ്പോൾ നിക്ഷേപക സംരക്ഷണത്തിനുള്ള നടപടികൾ എടുക്കുകയും വേണം. സെബിക്കൊരു ആസ്ഥാനമുണ്ട്. സെബിയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ് സെബിയുടെ ആസ്ഥാനം. അപ്പോൾ സെബിയുടെ ആസ്ഥാനം മുംബൈ ആണ്. സെബിക്കൊരു ചെയർമാൻ ഉണ്ടല്ലോ. സെബിയുടെ ആദ്യ ചെയർമാൻ്റെ പേരെന്താണ്? എസ് എ ഡാവെ എന്നുള്ളതാണ് സെബിയുടെ ആദ്യ ചെയർമാൻ്റെ പേര്. അപ്പോൾ സെബിയുടെ ആദ്യത്തെ ചെയർമാൻ്റെ പേരാണ് എസ് എ ഡാവെ എന്ന് പറയുന്നത്. അതേപോലെ മാധവി പുരി ബഞ്ച് എന്ന് പറയുന്ന ഒരു വ്യക്തി, അല്ല? മാധവി പുരി ബഞ്ച് സെബിയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൻ്റെ പേരാണ് മാധവി പുരി ബഞ്ച് എന്ന് പറയുന്നു. മാധവി പുരി ബഞ്ച് സെബിയുടെ ആദ്യ വനിതാ ചെയർപേഴ്സണാണ്. അതേപോലെ ഇന്ത്യയിൽ റെഗുലേറ്റർ ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്നറിയപ്പെടുന്ന ഒരു സ്ഥാപനമുണ്ട്. റെഗുലേറ്റർ ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി, റെഗുലേറ്റർ ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്നറിയപ്പെടുന്നത് സെബിയാണ്. റെഗുലേറ്റർ ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്നറിയപ്പെടുന്നത് സെബിയാണ്. ഇന്ത്യൻ ഓഹരി വിപണിയിലെ നേട്ടങ്ങൾ വിവരിക്കുന്നത്, അല്ലെ, ലക്ഷ്യമാക്കിക്കൊണ്ട് വിർച്വൽ മ്യൂസിയം സ്ഥാപിക്കുന്ന സ്ഥാപനവും സെബി തന്നെയാണ്. അപ്പോൾ വിർച്വൽ മ്യൂസിയം സ്ഥാപിക്കുന്നത് ആരാണ്? സെബിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യൻ ഓഹരി വിപണിയിലെ നേട്ടങ്ങൾ വിവരിക്കുന്നത് ലക്ഷ്യമാക്കി വിർച്വൽ മ്യൂസിയം സ്ഥാപിക്കുന്ന സ്ഥാപനവും സെബി തന്നെയാണ്. ഇനി സെബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കേരളത്തിൽ വന്നൊരു ഫാക്റ്റാണ്. അതായത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് ചെയ്തു? ലണ്ടൻ ഓഹരി വിപണി വ്യാപാരത്തിന് തുറന്നുകൊടുത്ത ഇന്ത്യയിലെ ആദ്യ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ലണ്ടൻ ഓഹരി വിപണി വ്യാപാരത്തിന് തുറന്നുകൊടുത്ത ഇന്ത്യയിലെ ആദ്യ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. മറ്റൊരു പ്രത്യേകത, ആദ്യമായിട്ടൊരു ഓഹരി വിപണി, ഒരു മുതലാളിത്ത രാജ്യത്തെ ഓഹരി വിപണി ഈ പറയുന്ന വിപണി വ്യാപാരത്തിന് തുറന്നു കൊടുക്കുന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും പിണറായി വിജയൻ തന്നെയാണ്. അതുപോലെ അത്യധികമായ പ്രത്യേക വൈദഗ്ധ്യവും പ്രായോഗികതയും ആവശ്യമുള്ള ഊഹക്കച്ചവടം, അതിനെയാണ് നമ്മൾ ആർബിട്രേജ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ആർബിട്രേജ് എന്ന് ചോദിച്ചാൽ, അത്യധികമായ പ്രത്യേക വൈദഗ്ധ്യവും പ്രായോഗികതയും ആവശ്യമുള്ള ഊഹപ്രവർത്തനത്തിനെയാണ് ആർബിട്രേജ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. അതേപോലെ ഒരു കമ്പനിയുടെ സാധാരണ ഓഹരികൾ നമ്മൾ വിശേഷിപ്പിക്കുന്ന പേരാണ് ഇക്വിറ്റി ഓഹരികളെന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരു കമ്പനിയുടെ സാധാരണ ഓഹരികളെ വിശേഷിപ്പിക്കുന്ന പേരാണ് ഇക്വിറ്റി ഓഹരികളെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ബാസിസ് അക്കാഡമി നൽകിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലവേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.